ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد جاء النبيون بالآيات فانصرمت وجئتنا بكتاب غير منصرم آياته كلما طال المدى جدد يزينهن جمال الإتق والقدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم سيدنا محمد صل وسلم وبارك عليه ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന നമ്മളിവിടെ ഈ ഖുർആൻ ക്ലാസ് ആരംഭിച്ചിട്ടുള്ളത്. അല്ലാഹു തആല വിജയിപ്പിച്ചു തരട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകളുടെ സാന്നിധ്യവും സാമീപ്യവും നമുക്ക് നൽകുന്ന നിർവൃതി പറയാൻ സാധിക്കാത്ത വിധത്തിൽ വളരെ വിശാലമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങൾ ഈ പ്രദേശത്തുകാർ ഭാഗ്യം നേടിയവരാണ്. അല്ലാഹു തആല മഹാനവറുകൾക്ക്
ആഫിയത്തുള്ള സിഹത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും ഇന്ന് ഉസ്താദ് അവറുകൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അല്ലാഹു തആല ശിഫാ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു ആഫിയത്തും സിഹത്തും അല്ലാഹു തആല നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് സൂറത്തുൽ ഫലഖ്. കഴിഞ്ഞ ദിവസം സൂറത്തുൻ നാസ് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ സൂചിപ്പിച്ചതുപോലെ തഫ്സീർ ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോ ആയത്തുകളും അല്ല ഓരോ പദങ്ങളും വലിയൊരു ബഹറായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടുക. പരിശുദ്ധ ഖുർആൻ നൽകുന്ന വിജ്ഞാനത്തിൻ്റെ വിശാലത അത്രമേൽ പരന്നു കിടക്കുകയാണ്. ആ പരപ്പിലേക്ക് എത്തി നോക്കാൻ ശ്രമിച്ചിട്ടുള്ള ഉന്നത ശ്രേഷ്ഠരായ മുഫസ്സിറുകൾ, അവരെയാണ് നമ്മൾ ആധികാരികമായി അവലംബിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ വ്യാഖ്യാനം എന്ത് എന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണ്. പുണ്യനബിയുടെ വാക്കുകളും പ്രവൃത്തികളും മൗനാനുവാദങ്ങളും അടങ്ങുന്ന ഹദീസുകളാണ്. അതിന്റെ അർത്ഥതലങ്ങളിലൂടെയാണ് മഹാന്മാരായ മുഫസ്സിറുകൾ ഖുർആൻ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഞാൻ ആമുഖം നീട്ടുന്നില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ രണ്ട് സൂറത്തുകൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും വളരെ പ്രധാനപ്പെട്ട രണ്ട് സൂറത്തുകളാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണേറിൽ നിന്നും മറ്റു ഉപദ്രവങ്ങളിൽ നിന്നുമൊക്കെ കാവൽ തേടാൻ ദുആകൾ നടത്തിയിരുന്നു, പ്രാർത്ഥനകൾ ചെയ്തിരുന്നു. എന്നാൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഇറങ്ങിയതോടുകൂടെ പിന്നെ കൂടുതലായും അങ്ങനെയുള്ള ശർറുകളിൽ നിന്ന് രക്ഷ തേടാനായി അവലംബിച്ചിരുന്നത് ഈ സൂറത്തുകളെ ആയിരുന്നു. പുണ്യനബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ഇബ്നു കസീർ അടക്കമുള്ളവർ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഅവ്വിദതാനി ഒന്നുകൂടെ ആവർത്തിച്ചു പറയുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി, ഈ രണ്ട് സൂറത്തുകൾക്കും പറയുന്ന പേര് മുഅവ്വിദതാനി, കാവൽ ചോദിക്കുന്ന രണ്ട് സൂറത്തുകൾ എന്നാണ്. അഊദു എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ കാവൽ ചോദിക്കുന്നു. ഇസ്തിആദത്ത്, അല്ലാഹുവിനോട് കാവൽ ചോദിക്കുക, അല്ലാഹുവിലേക്ക് അഭയം തേടുക, റബ്ബിലേക്ക് അഭയം തേടുക. അല്ലാഹുവാണ് ജീവിതത്തിന്റെ എല്ലാ ആലംബവും എന്ന് വിശ്വസിക്കേണ്ടവനാണ് മുഅ്മിനായ മനുഷ്യൻ. അത് ഒന്നുകൂടെ അരക്കിട്ടുറപ്പിച്ച് പറഞ്ഞു തരികയാണ് പരിശുദ്ധമായ ഖുർആനിൽ ക്രമാനുസൃതമായി ക്രമീകരിക്കപ്പെട്ടതിൽ 113-ാമത്തെയും 114-ാമത്തെയും ഈ സൂറത്തുകൾ അഭയം തേടാനുള്ള സൂറത്തുകൾ എന്നാണ് മുഅവ്വിദതാനി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ മാനസികമായ സകല സംഘർഷങ്ങൾക്കും നമ്മുടെ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന സകല ആപത്തുകൾ വരുത്തി വെക്കുന്ന ശർറുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെയുള്ള തടസ്സങ്ങൾ നീക്കാനൊക്കെയുള്ള വലിയ ഒരു മരുന്നാണ് ഈ രണ്ട് സൂറത്തുകൾ. അത് പതിവാക്കുന്നവർക്ക് അത് ജീവിതത്തിൽ മനസ്സിലാക്കി അനുഭവിക്കാൻ തന്നെ സാധിക്കുമെന്നാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഖുർആൻ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിലേക്ക് ഖുർആനിന്റെ നന്മകൾ കടന്നു വരിക എന്നുള്ളതാണ്.
ഖുർആൻ ഓതുന്നതിന്, കേൾക്കുന്നതിന്, ഖുർആൻ നോക്കുന്നതിന്, പഠിക്കുന്നതിന്, ആഴമറിഞ്ഞ് മനസ്സിലാക്കുന്നതിന്, ചിന്തിക്കുന്നതിന് വലിയ പ്രതിഫലമില്ലേ? എല്ലാ വിഷയവും ഖുർആനുമായി ബന്ധപ്പെടുമ്പോ അതിന് വലിയ മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുമ്പോ ഖുർആനുമായുള്ള ബന്ധം നമ്മൾ ദൃഢമാക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. قل أعوذ برب الفلق. ഖുൽ എന്നതിന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഖുൽ നബിയെ തങ്ങൾ പറയുക. ഖുൽ നബിയെ തങ്ങൾ പറയുക. അപ്പൊ ശേഷമുള്ളത് ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. ഖുൽ നബിയെ തങ്ങൾ പറഞ്ഞുകൊള്ളുക. ആവർത്തിച്ച് പറയുന്നത് മനസ്സിലങ്ങ് രൂഢമൂലമാവാനാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? അല്ലേ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഖുൽ അഊദു, അഊദു ഞാൻ കാവൽ ചോദിക്കുന്നു, ഞാൻ കാവൽ തേടുന്നു. നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പലതവണ പറയുന്നില്ലേ? അല്ലേ? നിസ്കാരത്തിൽ ആദ്യത്തിൽ നമ്മൾ വജ്ഹത്ത് ഓതിക്കഴിഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് അഊദു ഓതിയിട്ടേ ഫാത്തിഹയിലേക്ക് കടക്കാവൂ. പിശാചിന്റെ ശർറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അപ്പൊ മനസ്സിൽ വരണം, പിശാചിൽ നിന്ന് കാവൽ ചോദിക്കുകയാണ്. ഈ വാക്യത്തിന്റെ അർത്ഥം അതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. എല്ലായിടത്തും നമുക്ക് സംശയമാണല്ലോ, മാനസിക പ്രയാസങ്ങളാണല്ലോ, അല്ലേ? സാമ്പത്തികമുള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും മനസ്സിലാധികളാണ്, വിഷമങ്ങളാണ്. അതിൻ്റെ ഒക്കെ കാരണം എന്താ? തവക്കുൽ കുറഞ്ഞതുകൊണ്ടാണ്. തവക്കുൽ കുറഞ്ഞതുകൊണ്ടാണ്. തവക്കുൽ ഇല്ലാതാക്കുന്നത് ആരാ? പിശാചാണ്. കൽബിലങ്ങ് ഉറപ്പിച്ച് കിട്ടൂല. പടച്ചോൻ തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സും കെട്ട് വരൂല. അപ്പൊ പിശാച് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ആഗ്രഹങ്ങളെ വലിയ മലകളെ പോലെ മനുഷ്യന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ആപതിച്ചു കൊണ്ടേയിരിക്കും. പിശാചിന്റെ പണി അതാണ്. അല്ലാഹു തആല നമ്മളെ കാക്കുമാറാവട്ടെ. ഖുൽ നബിയെ തങ്ങൾ പറയുക, അഊദു, അഊദു ഞാൻ കാവൽ ചോദിക്കുന്നു, ബിറബ്ബിൽ ഫലഖ് പ്രഭാതത്തിന്റെ റബ്ബിനോട്. ബിറബ്ബിൽ ഫലഖ്, ഫലഖ് എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്ന അർത്ഥം. പ്രഭാതം, ഫലഖ്. പ്രഭാതം എന്ന് നമുക്ക് വാക്കർത്ഥം വെക്കാൻ സാധിക്കുമെങ്കിലും അതിന്റെ വ്യാഖ്യാനം വളരെ വലുതാണ്. അല്ലാഹു റബ്ബിനെ പറയുമ്പോഴൊക്കെ റബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഖുൽ അഊദു ബിറബ്ബിന്നാസ് ചർച്ച ചെയ്തു. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ മുഴുവൻ രക്ഷിതാവ്, അല്ലേ? അതുകൊണ്ട് തന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ആ ഫലഖ് കൊണ്ടുള്ള ഉദ്ദേശം പ്രപഞ്ചം മുഴുവനാണ്. ഫലഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കർത്ഥം എന്തിലൊതുക്കും? സുബ്ഹ്, അല്ലേ? ഫജ്ർ, പ്രഭാതം. ആ പ്രഭാതത്തെ അവിടെ പറയാൻ കാരണം പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഒരു പ്രഭാതം പോലെ പൊട്ടിവിടരുന്നതാണ് എന്നാണ് അർത്ഥം. ഫലക്കിന്റെ അർത്ഥം തന്നെ, സുബഹിന്റെ അർത്ഥം തന്നെ വെളിവാകുന്നത് എന്നാണല്ലോ. ഫജ്ർ എന്ന് പറഞ്ഞാൽ, അല്ലേ, നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഫജ്ർ സ്വാദിക്ക് വെളിവാവുക. സുബഹിന്റെ സമയം പഠിക്കുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. വെളിവാകുക എന്നർത്ഥം, പൊട്ടിവിടരുക. ഫലക്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്?
പൊട്ടിവിടരുക എന്നാണ് അർത്ഥം. പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ഒന്നിൽ നിന്ന് മറ്റൊന്നായി പിറവി കൊള്ളുന്നതായിട്ട് മനസ്സിലാക്കാം. ആകാശത്ത് നിന്ന് മഴ വർഷിക്കുമ്പോ ആകാശത്ത് നിന്ന് അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങളെ നമുക്ക് തരുന്നത് എന്താ? ആകാശത്തിൽ നിന്ന് മേഘം പൊട്ടിപ്പിളർത്തിയിട്ടാണ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, കാറ്റുകളെ പറഞ്ഞയച്ച് നാം മേഘങ്ങളെ പരത്തുന്നു, മേഘങ്ങളെ വിഘടിപ്പിക്കുന്നു. അങ്ങനെയാണ് മഴ തുള്ളിയായി ഭൂമിയിലേക്ക് വരുന്നത്. മേഘങ്ങൾ നമ്മൾ സഞ്ചരിക്കുന്നത് കണ്ടിട്ടുണ്ട്, മേഘത്തിന്റെ പാളികൾ. നമുക്ക് വലിയ സന്തോഷം തോന്നുന്നു ഇന്നത്തെ ഈ കാലാവസ്ഥ. മിന്നലെറിയുമ്പോ അല്ലേ, നല്ല ശീതളമായ കാറ്റ് വരുമ്പോ നമുക്ക് വലിയ സന്തോഷം തോന്നുന്നു. അള്ളാഹു നമുക്ക് വർഷിപ്പിച്ച് തരുമാറാവട്ടെ. റബ്ബിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസിക്ക് അല്ലേ, എല്ലാവർക്കും നേരിട്ട് ഇങ്ങനെ അനുഭവിച്ച് നുണയാൻ സാധിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മഴ എന്നുള്ളത്. ആ മഴ ഒരു വിടരലാണ്, ഒരു പൊട്ടി വിടരലാണ്. എങ്ങനെ മേഘപാളികൾ തമ്മിൽ കൂട്ടിയിടിക്കുക. സത്യത്തിൽ ആലോചിച്ചു നോക്കൂ, സാന്ദർഭികമായി പറയുകയാണ്. മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ കഷ്ണങ്ങളാണ്. വെള്ളത്തിന്റെ അല്ലേ നിറയെ എന്താണ്? വെള്ളമാണ്. ആ വെള്ളം നേരെ താഴോട്ട് വീണുപോയാൽ എന്തായിരിക്കും ഇവിടെ അവസ്ഥ ഉണ്ടാവുക? വലിയ മോട്ടോർ പമ്പ് ഉപയോഗിച്ച് നമ്മൾ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ചെന്ന് പതിക്കുന്ന സ്ഥലത്ത് ഗർത്തങ്ങൾ ഉണ്ടാകും. നല്ല ഫോഴ്സിൽ നമ്മൾ പൈപ്പ് തിരിച്ചിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? താഴെ കുഴി ഉണ്ടാകും അല്ലേ? അതേ ഒരു സ്വഭാവം വെള്ളത്തിന്റെ നാച്ചുറൽ സ്വഭാവ പ്രകാരം എങ്ങാനും നേരെ ഈ മേഘപാളികൾ ഇങ്ങോട്ട് താഴോട്ട് നിപതിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ അവസ്ഥ? പിന്നെ എങ്ങനെയാണ് അല്ലാഹു തആല അതിനെ നിയന്ത്രിക്കുന്നത്? ചെറിയ തുള്ളികളായിട്ടേ ഇവിടെ പതിക്കുന്നുള്ളൂ അല്ലേ? ചെറിയ ചെറിയ തുള്ളികളായിട്ട്. അതിന് കാരണമെന്ത്? അല്ലാഹു അവന്റെ അനുഗ്രഹമായി പറഞ്ഞേക്കുന്ന കാറ്റുകളാണ്. റബ്ബിന്റെ കാറ്റ് അനുഗ്രഹമായി അടിച്ചു വീശുമ്പോ ഈ മേഘപാളികൾ തമ്മിൽ കൂട്ടിമുട്ടുകയും ആ മേഘങ്ങൾ ചെറിയ തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുകയും അത് മനുഷ്യർക്കും സസ്യലതാദികൾക്കും ജന്തുജാലങ്ങൾക്കുമെല്ലാം ഉപയുക്തമായ രൂപത്തിലേക്ക് ഭൂമിയിലേക്ക് വരികയും ചെയ്യുന്നു. ആ വെള്ളം ഭൂമിയിൽ പതിച്ചിട്ടോ അവിടെയും പൊട്ടിവിടരുകയാണ്. ഞാൻ എന്റെ വക പറയില്ല, മുഫസ്സിറുകളെ രേഖപ്പെടുത്തുകയാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് പറഞ്ഞാൽ അത് സുബ്ഹിയുടെ പ്രഭാതത്തിന്റെ റബ്ബ് എന്നാണ് അതിന് നമ്മൾ മഅന വെക്കുന്നതെങ്കിലും അതിന്റെ ഉദ്ദേശം പ്രപഞ്ചമാണ്. കാരണം പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും പൊട്ടിവിടരുന്ന പോലെയാണ്. പൂമൊട്ട് വന്നാൽ ആ പൂമൊട്ട് ഉണ്ടാകുന്ന ചെടി അത് മുളച്ചു വരുന്നത് ഭൂമി പിളർന്നിട്ടാണ്. ഭൂമിയിൽ ഒരു പൊട്ടിവിടരൽ സംഭവിക്കുകയാണ്. അങ്ങനെ വളർന്നു വരുന്നതിൽ പൂമൊട്ട് വന്നു കഴിഞ്ഞാൽ ആ മൊട്ട് പിന്നെ വിടരുമ്പോഴാണ് പുഷ്പം ജ്വലിച്ചു നിൽക്കുന്നത് അല്ലേ? പുഷ്പം ഇങ്ങനെ വിടർന്ന് പന്തലിക്കുന്നത്. അതുപോലെ തന്നെയാണ് കായ്കനികൾ. എല്ലാത്തിനുമുണ്ട് ഒരു മൂടിയ അവസ്ഥയിൽ നിന്നൊരു ഇങ്ങോട്ട് ഉയർത്തെഴുന്നേൽക്കൽ. അതാണ് ഫലഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ. പരിശുദ്ധ ഖുർആൻ തന്നെ ആ വാക്കിനുള്ള വ്യാഖ്യാനങ്ങൾ പലയിടത്തും പല സ്ഥലങ്ങളിലും പറഞ്ഞു തരികയാണ്. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല വിത്തുകളെയും ഈത്തപ്പഴക്കുരുവിനെയും അത് പിളർത്തി മുളപ്പിക്കുന്നു. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബ്. ഫാലിഖുൽ ഹബ്ബ്, ഹബ്ബ് എന്ന് പറഞ്ഞാൽ വിത്തുകൾ എന്നാണ്. വിത്തുകളെ അല്ലാഹു മുളപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ? ഫലഖ് എന്ന പദത്തിന്റെ അർത്ഥവ്യാപ്തിയാണ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ? തവസ്സൽന ബിബിസ്മില്ലാ എന്ന് ഉറക്കച്ചൊല്ലി. وكل مجاهد لله وأهل البدر يا الله صلاة الله ياسين حبيب الله برب الفلق എന്ന് പറഞ്ഞാൽ
പൊട്ടിവിടരുന്ന പ്രഭാതത്തിന്റെ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ആ പൊട്ടിവിടരുന്ന എന്നുള്ള പ്രയോഗം വന്നത് പ്രപഞ്ചത്തെ ആകമാനം സൂചിപ്പിച്ചുകൊണ്ടാണ് എന്ന് മുഫസ്സിറുകൾ. കാരണം മഴ വർഷിക്കുന്നത് പോലെ, ഭൂമിയിൽ നിന്ന് ചെടികൾ കിളിർത്ത് വരുന്നത് പോലെ അതൊക്കെ ഒരു വിടരലാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത് വമുഖ്രിജുൽ മയ്യിതി മിനൽ ഹയ്യ് ദാലികുമുല്ലാഹ് ഫഅന്നാ തുഫകൂൻ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബ്ബ് വിത്തുകളെ അവൻ വിടർത്തുന്നു, ഫാലിഖ് അങ്ങോട്ട് പിളർത്തിയിട്ട് കൊണ്ടുവരുന്നു. നവാ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴ കുരുവിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പിളർത്തിയിട്ട് അതിൽ നിന്ന് ഈത്തപ്പനയെ മുളപ്പിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഡെഡായി കിടക്കുന്ന ഭൂമിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനുള്ള വസ്തുക്കളെ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഫാലിഖുൽ ഇസ്ബാഹ്. തൊട്ടടുത്ത ആയത്തിൽ തന്നെ ഫാലിഖുൽ ഇസ്ബാഹ് അല്ലാഹു പ്രഭാതത്തെ പൊട്ടിവിടർത്തുന്നവനാണ്. وجعل الليل سكنا والشمس والقمر حسبانا ذلك تقدير العزيز العليم. ഫാലിഖുൽ ഇസ്ബാഹ് പ്രഭാതത്തെ പിളർത്തിയെടുക്കുന്നവനാണ് അല്ലാഹ്. വജഅലൽ ലൈല സകന രാത്രിയെ നിങ്ങളുടെ വിശ്രമ കേന്ദ്രമാക്കുന്നവനുമാണ് അല്ലാഹ്. ശംസ വൽ ഖമറ ഹുസ്ബാനാ സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് നിർണിതമായ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ദൃഷ്ടാന്തങ്ങളായി പടച്ചവനാണ്. അത് ഏറ്റവും സൂക്ഷ്മജ്ഞാനിയായ എല്ലാത്തിനും കഴിവുള്ളവനുമായ അല്ലാഹുവിന്റെ തഖ്ദീർ പ്രകാരം സംഭവിക്കുന്നതാണ്. ഇത് മാത്രല്ല, ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെടുന്നത് ഏതുപോലെയാണ്? പ്രഭാതം പൊട്ടിവിടരുന്നത് പോലെ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. ഒരു മുട്ട് വിടരുന്നത് പോലെ തന്നെ പണ്ഡിതന്മാർ പഠിപ്പിക്കാൻ, എന്റെ വക പറയാണെന്ന് ആരും മനസ്സിലാക്കരുത്. ഒരാൾ കരയുന്നത്, കരച്ചിലിനെ കുറിച്ച് എന്ത് പറയും? പൊട്ടിക്കരിയാണെന്ന് പറയും, അല്ലേ? പറയാറില്ലേ? എന്താ പൊട്ടിക്കരിയാന്ന് പറഞ്ഞാൽ എന്താ? അങ്ങുള്ളത് മുഴുവൻ കെട്ട് ഉള്ളിൽ നിന്ന് വലിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് പുറത്തേക്കും കെട്ട് വരികയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി പറഞ്ഞു, ഇന്നൽ ബുകാ ഫാലിഖു കബദി, എന്റെ കരളങ്ങ് പിളർത്തുന്ന രൂപത്തിൽ എനിക്ക് കരച്ചിൽ വന്നു. ആയിഷ റളിയല്ലാഹു അൻഹാ എപ്പോഴാ പറഞ്ഞത്? ആയിഷ ബീവിയെ കുറിച്ച് അപവാദം പറഞ്ഞില്ലേ? ഒരു യുദ്ധക്കളത്തിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മാല നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ട മാല തെരഞ്ഞു നോക്കാൻ ഒരുപാട് നേരമെടുത്തു. ആ നേരമെടുത്ത സന്ദർഭത്തിൽ അതാ എല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ സഹാബി മാത്രം ബാക്കിയായി. വല്ലാതെ വിഷമിച്ചു പോയി. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒറ്റക്കാണ്. ഈ സഹോദരന് മനസ്സിലായി ആരോ ഒന്ന് ഇവിടെ ബാക്കിയായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടപ്പോൾ ആയിഷ ബീവിയാണെന്ന് അറിഞ്ഞിട്ടില്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഇനി വേറെ ഒരു മാർഗമില്ലല്ലോ, മദീനയിലേക്ക് എത്താൻ മറ്റൊരു വഴിയില്ലല്ലോ. ആ ചെറുപ്പക്കാരന്റെ ഒട്ടകക്കട്ടിലിരുന്നു, പിന്നിലിരുന്നു, ആരും അറിയാതെ ശരീരഭാഗങ്ങളൊക്കെ മറച്ചുകൊണ്ട് വിശുദ്ധയായ ആയിഷ റളിയല്ലാഹു അൻഹ ആ സംഭവം മദീനയിൽ അങ്ങ് പരന്നു, വിഷയമറിഞ്ഞു. ആയിഷ ബീവിയെ കുറിച്ച് ചില അപവാദങ്ങൾ പരത്തപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ ഒറ്റക്ക് ഒരു ചെറുപ്പക്കാരന്റെ കൂടെ എന്ന രൂപത്തിലുള്ള വിഷമകരമായ അപവാദ പ്രചരണങ്ങൾ അങ്ങ് നടന്നു. പലരും അതിൽ കൂടുകയുണ്ടായി. ചില സഹാബികൾക്ക് വരെ അതിൽ ചില വിഷമാവസ്ഥ ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞുന്ന ഒരു അവസ്ഥയുണ്ടായി. അല്ലാഹു കാക്കുമാറാവട്ടെ.
ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ വേദനയോടുകൂടെ നിന്നു. ഒരുപാട് ദിവസങ്ങൾ പുണ്യ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊന്നും മിണ്ടാൻ സാധിച്ചില്ല. ആയിഷ, അല്ലാഹു നിങ്ങൾ നിരപരാധിയാണെങ്കിൽ അല്ലാഹു അതിനുള്ള വഴി എനിക്ക് തുറന്നു തരുന്നതാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണം, അത്രത്തോളം പറഞ്ഞു പുണ്യ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പുന്നാര മകളോട് ഹബീബിനെ ബുദ്ധിമുട്ടുണ്ടാക്കിയോ? അത്രത്തോളമായി തീർന്നു. പക്ഷേ ചരിത്രം എന്താണ് അവിടെ പറഞ്ഞു തന്നത്? ആയിഷാ ബീബി റളിയല്ലാഹു അൻഹ നിരപരാധിയാണ്, ഒരു അപരാധവും ചെയ്യാത്ത വിശുദ്ധയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുകയാണ്. അല്ലാഹ് ആയിഷാ ബീവി ആ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു. വല്ലാത്ത പ്രയാസമായി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തു വരുന്നു, മിണ്ടുന്നില്ല, മിണ്ടാതിരിക്കുന്ന അവസ്ഥ. ആ സമയത്ത് എനിക്ക് കരച്ചിൽ അടക്കാൻ സാധിച്ചിരുന്നില്ല. എത്രത്തോളം കരഞ്ഞു വന്നല്ലേ. ഇന്നൽ ബുകാ ഫാലിഖു കബിദി, എന്റെ കരൾ പിളർക്കുന്ന രൂപത്തിലാണ് ഞാൻ കരഞ്ഞതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. ഫാലിഖ്, പിളർക്കുന്നത് കരച്ചിൽ. കരച്ചിലും ഞാൻ പറയുന്നു വരുന്നത് കരച്ചിലാവട്ടെ, ഒരു കുഞ്ഞ് പിറന്നു വീഴുന്നതാവട്ടെ, ഒരു ചെടി തളിര് വന്നുകൊണ്ട് വളർന്നു വലുതാകുന്നതാവട്ടെ, ഒരു വിത്ത് പാകിയാൽ അതിന്റെ മുള പൊട്ടുന്നതാവട്ടെ, എല്ലാം പ്രപഞ്ചത്തിലെ ഓരോ വിസ്മയങ്ങളാണ്. ആ വിസ്മയങ്ങളെയൊക്കെ ജനിപ്പിക്കുന്നവൻ അല്ലാഹ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. പൊട്ടിപ്പിളർന്നു വരുന്ന ആ പ്രഭാതത്തിന്റെ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വിധത്തിൽ വിശാലമായ അർത്ഥമാണ് അതിനുള്ളത് എന്ന് മഹാന്മാർ മുഫസ്സിറുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. فأوحينا إلى موسى أن اضرب بعصاك البحر فانفلق فكان كل فرق كالطود العظيم. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഫിർഔനിന്റെ മർദ്ദനങ്ങൾ സഹിക്കവയ്യാതെ റബ്ബിന്റെ കൽപ്പന പ്രകാരം കടൽ കടന്ന് ചെങ്കടൽ കടന്ന് സീനാ മലയിലേക്ക്, സീനാ താഴ്വാരത്തേക്ക്, മരുഭൂമിയിലേക്ക് കടന്നുപോയത്. ആ ചരിത്രം വളരെ വലിയ വിസ്മയജനകമായ സംഭവമല്ലേ. മുന്നിൽ കടലാണ്, പിന്നാലെ ശത്രുക്കൾ വരും. മൂസാ നബി അലൈഹിസ്സലാമും സമൂഹവും രക്ഷപ്പെടാനായി കടൽക്കരയിലാണ്. ആർത്തലക്കുന്ന കടലാണ്. അല്ലാഹു വഹി അറിയിച്ചു കൊടുത്തു. മൂസ ഫൗഹൈനാ ഇലാ മൂസ അൻ ദ്രിബ് ബിഅസാകൽ ബഹർ, നാം മൂസാ നബിക്ക് വഹി അറിയിച്ചു കൊടുത്തു, കടലിനെ അങ്ങയുടെ വടി കൊണ്ട് അടിച്ചുകൊള്ളുക. അൻ ദ്രിബ് ബിഅസാകൽ ബഹർ, കടലിനെ അടിക്കാൻ. ഏതുകൊണ്ട്? വടിയായിട്ട് അടിക്കാൻ പറഞ്ഞു. വടി വലിയ വിസ്മയമുള്ള വടിയല്ലേ. ആരുടെ വടി? മൂസാ നബി അലൈഹിസ്സലാം. അല്ലാഹു വലിയ അനുഗ്രഹം കൊടുത്ത പ്രവാചകന്മാരിൽ ഒരാളാണ് സയ്യിദുനാ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. കലീമുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് സംസാരിച്ച ആളെന്നാ. മൂസാ നബിക്ക് താല്പര്യപ്പെടും, അള്ളാഹിനെ കാണണം, അള്ളാഹിനോട് സംസാരിക്കണം. അങ്ങനെ അങ്ങനെ ആവശ്യങ്ങൾ ഉന്നയിച്ചു. റബ്ബ് തആല അതിന്റെ ഒക്കെയുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തു. ആ മൂസാ നബിയുടെ കയ്യിലുള്ള വടി അല്ലാഹുവിന്റെ അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതമായി. കടലിനോടടിക്കാൻ പറഞ്ഞപ്പോ ആ കടൽ രണ്ട് പിളർപ്പായി തീർന്നു. അത് പറയാനാ ഞാൻ പറഞ്ഞത്, ഈ ആയത്ത് ഉദ്ധരിച്ചത്. ഈ വടി കൊണ്ട് അടിച്ചപ്പോഴും എന്തായി? ആ കടൽ രണ്ട് പിളർപ്പായി തീർന്നു. രണ്ട് ഭാഗത്തും വെള്ളം കൊണ്ടുള്ള മല സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. കുല്ലു ഫിർഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഇടയിൽ എന്തോ ഒരു ഹൈവേ രൂപപ്പെട്ടു. വലിയ വിശാലമായ വഴി, വിശാലമായ കടലാണ് രണ്ട് പിളർപ്പായി മാറുന്നത്. ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം, ഓരോ കടലിന്റെ ഭാഗവും വലിയ ഭീമൻ മലയെപ്പോലെ ആയിത്തീർന്നു എന്നാണ്. വലിയ മലകളെ പോലെ ആയിത്തീർന്നു. അതിന്റെ നടുവിലൂടെയാണ് ആര് പോകുന്നത്?
മുസാ നബി അലൈഹിസ്സലാം അള്ളാഹു ആ കഴിവ് കൊടുത്തു. അള്ളാഹുവിന്റെ കഴിവിനെ നിഷേധിക്കുന്നവർക്ക് മാത്രമേ മുഅ്ജിസത്തിനെയും കറാമത്തിനെയും നിഷേധിക്കാൻ പറ്റൂ. അള്ളാഹ് അങ്ങനെ കഴിവൊന്നുമില്ലാത്ത ആളാണ് എന്ന് വിശ്വസിക്കുന്നവനെ മുഅ്ജിസത്തിനും കറാമത്തിനെയും നിഷേധിക്കാൻ പറ്റുള്ളൂ. ചിലരുണ്ടല്ലോ ആണ് സമ്മതിച്ചു കൊടുക്കൂല. സമ്മതിക്കാൻ വലിയ പ്രയാസാണ്. അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണക്കാരെന്ന് പറയുന്നത്. അള്ളാഹു കാക്കട്ടെ. നമ്മൾ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമ്മുടെ വിശ്വാസത്തെ, പാരമ്പര്യ വിശ്വാസത്തെ ശക്തമായി നിലനിർത്തണം. അള്ളാഹു യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളായി നിലകൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ് എന്ന് പറയാ. ഈ പറയുന്നവൻ ആലോചിക്കണം. അവന്റെ നേതാവിനെ കുറിച്ച് അത് പറയില്ല. അവന്റെ പ്രസ്ഥാന നേതാവിനെ കുറിച്ച് അങ്ങനെ പറയില്ല. പ്രസ്ഥാന നേതാവിന് തെറ്റുപറ്റും എന്നവൻ പറയില്ല. എന്നാലും അവന്റെ താല്പര്യം എന്താണ്? അള്ളാന്റെ റസൂലിന് തെറ്റുപറ്റും എന്ന് പറയാനാണ്. അല്ലേ? ചിലരില്ലേ പുണ്യ നബി സാധാരണ മനുഷ്യനാണെന്ന് പറയാൻ വേണ്ടിയിട്ട്, നബിമാർക്ക് അങ്ങനെ ഇസ്മത്തില്ല, അവർ പാപ സുരക്ഷിതരല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർക്കൊക്കെ തെറ്റുപറ്റുന്നു എന്ന് പറയാം. അത് കടലാസിൽ എഴുതി പിടിപ്പിക്കുക. ഒരു ഇസ്ലാമിക പ്രബോധകന്റെ റോൾ അതാണോ? മുന്നിൽ നിൽക്കുന്ന ലീഡറിന് പാകപ്പിഴവുകൾ വരുന്നു എന്ന് അനുയായികൾ പറയുമ്പോ എന്താണ് അയാളെ ലീഡറാക്കുന്നതിന്റെ അർത്ഥം? എന്താണ്? ഞാൻ അതിന്റെ വിശാലമായ വിശകലനങ്ങളിലേക്ക് കടക്കുകയല്ല. പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധാരണ തെറ്റുകളൊക്കെ പറ്റും, മറ്റു നബിമാർക്കൊക്കെ സംഭവിക്കും. അതാണ് സകല ബിദ്അത്തിന്റെ കക്ഷികളും പിഴച്ചു പോകാനുള്ള കാരണം. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം വടി കൊണ്ടടിച്ചു. ഫംഫലഖ, ആ കടൽ രണ്ട് പിളർപ്പായി തീർന്നു. ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം, വലിയ പർവ്വതം പോലെ ആയിത്തീർന്നു. രണ്ട് ഭാഗത്തും കടൽ, അതിന്റെ നടുവിലൂടെ അങ്ങനെ സഞ്ചരിച്ചു. ഈ വിവരം അറിഞ്ഞിട്ട് ഫിറൗനും കൂട്ടരും പിന്നാലെ വന്നു. നമ്മൾ ആ ചരിത്രം പറയില്ല. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പദം ഫംഫലഖ, അവിടെയും ഒരു പൊട്ടിപ്പിടരൽ. അങ്ങനെ സീനാ മരുഭൂമിയിലേക്ക് എത്തി. സീനാ മരുഭൂമിയിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ 12 വിഭാഗങ്ങളാ 12 ഗോത്രങ്ങളായിരുന്നു ബനു ഇസ്രായേൽക്കാർ. ബനു ഇസ്രായേൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ എത്ര പേരായിരുന്നു? 12 ഗോത്രക്കാരുടെ. അവരോടുകൂടെ സീനാ മരുഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ. പാറക്കെട്ടുകൾ നിറഞ്ഞ സീനാ മരുഭൂമി. മൂസാ നബിയോട് വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടു. ആര്? ബനു ഇസ്രായേൽക്കാർ. അവർ വല്ലാതെ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്ന ആളെ ഞൊടിയിട കൊണ്ട് കിട്ടിയതൊന്നും അവർക്ക് മതിയാവൂല. വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കും. നമുക്ക് അവസരം അള്ളാഹു തന്നാൽ അല്ലേ ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. ബഹുമാനപ്പെട്ട അംസാജി പറഞ്ഞു, അങ്ങനെയാ നമ്മൾ ദുആ ചെയ്യേണ്ടത്. അള്ളാഹു തആല ഇത് ഇവിടെ നിലനിർത്തി തരുമാറാവട്ടെ. തലമുറയായി ഈ അത്തിപ്പറ്റയുടെ പ്രദേശത്തിന്റെ അഭിമാനമായി, അന്തസ്സായി, ആത്മീയ വെളിച്ചമായി അള്ളാഹു തആല ഈ നന്മയുടെ കവാടങ്ങളെ കൂടുതൽ പ്രോജ്വലമായി അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. അല്ലേ? നമുക്ക് അവസരങ്ങൾ ഉണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ ഈ വാക്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കാം. അതിനൊക്കെയുള്ള വലിയ ഒരു സംരംഭമായി നമ്മുടെ ഈ ദീനി ക്ലാസ് അല്ലാഹു തആല ആക്കി തരുമാറാവട്ടെ. മൂസാ നബിയോട് അവിടെയും ചോദിച്ചു, വെള്ളം വേണം. അല്ലാഹുവിനോട് ദുആ ചെയ്തു കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം ആ സമയത്ത് നേരത്തെ കടലിനെ അടിക്കാൻ വേണ്ടി ഉപയോഗിച്ച അതേ വടി കൊണ്ട് തന്നെ പാറക്കെട്ടിനെ അടിക്കാൻ പറഞ്ഞു. കടലിനെ അടിക്കാൻ പറഞ്ഞത് ഈ വടിയുമായിട്ടാണ്. ഇതേ വടി കൊണ്ട് തന്നെ പാറക്കെട്ടിനെ അടിച്ചോളൂ. മൂസാ നബി അലൈഹിസ്സലാം കടലിനെ ഏത് വടി കൊണ്ടടിച്ചോ ആ വടി കൊണ്ട് തന്നെ സീനാ മരുഭൂമിയിലെ പാറക്കെട്ടുകളിലേക്ക് ആ വടി കൊണ്ട് അടി കൊടുക്കുമ്പോ അവിടെയും ഒരു പൊട്ടിവിടരലുണ്ടായി. 12 അരുവികൾ വന്നു. അവിടെ ഇൻഫജറ എന്നാ ഉപയോഗിച്ചത്. ഇൻഫജറ എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടിവിടർന്നു എന്ന് തന്നെ. ഫജ്ർ അല്ലേ? ഫജ്ർ സുബഹിയെ നമ്മൾ എന്ത് പറയും? സുബഹി സമയത്തെ ഫജ്ർ എന്ന് പറയല്ലോ. അതേ ഒരു പ്രയോഗം തന്നെയാണ്. 12 അരുവികൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഖദ് അലിമ കുല്ലു ഉനാസിം മശ്റബഹും
ഓരോ ഗോത്രക്കാരും അവർക്ക് കുടിക്കാനുള്ള ഭാഗമേതാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു എന്നാണ്. ഇന്നുമുണ്ട് സീനാ മരുഭൂമിയിൽ ഈ അരുവികളുടെ ബാക്കി പത്രം, തെളിഞ്ഞ വെള്ളം ഇന്നുണ്ട് അല്ലേ? ഈ ഈജിപ്ത് മറ്റൊക്കെ ടൂറ് പോകുന്ന സഹോദരങ്ങൾ അല്ലേ, അവരുടെയൊക്കെ വിവരങ്ങളിൽ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും. അത് ഇന്നുമുണ്ട്. അല്ലാഹു തആല നാഫിഅ ഇൽമ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പറയണ എന്തിനാ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് അല്ലേ, പൊട്ടിവിടരുന്ന പ്രഭാതത്തിന്റെ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ആ പ്രഭാതം കൊണ്ട് ഉദ്ദേശിച്ചത് പ്രപഞ്ചം മുഴുവനാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധിപനായ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ഇനി എന്തിൽ നിന്നാണ് കാവൽ ചോദിക്കുന്നത്? രക്ഷ തേടുന്നത്. കാവൽ ചോദിക്കുക എന്ന് പറഞ്ഞാൽ രക്ഷ തേടുക എന്ന് നമുക്ക് അർത്ഥം വെക്കാം. ശരിക്കും മനസ്സിലാവുന്നില്ലേ? മിൻ ശർരി മാ ഖലഖ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഖുൽ നബിയേ തങ്ങൾ പറയുക, അഊദു ബിറബ്ബിൽ ഫലഖ്, പൊട്ടിവിടരുന്ന പ്രഭാതത്തിന്റെ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ച സർവ കാര്യങ്ങളുടെയും ഉപദ്രവത്തിൽ നിന്ന്, അല്ലാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഷർറുകളിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. മിൻ ശർരി മാ ഖലഖ്. ഖലഖ എന്ന് പറഞ്ഞാൽ അർത്ഥം സൃഷ്ടിച്ചു. ഖാലിഖ് എന്ന് പറഞ്ഞാലോ, ഖാലിഖ് എന്ന് പറഞ്ഞാലോ സൃഷ്ടാവ്. ഖാലിഖ് സൃഷ്ടാവ്. മഖ്ലൂഖ്, മഖ്ലൂഖ് എന്താ? സൃഷ്ടികൾ. മഖ്ലൂഖ് പറഞ്ഞാൽ സൃഷ്ടികൾ, സൃഷ്ടിക്കപ്പെട്ടവൻ എന്നുള്ളതിനാണ് മഖ്ലൂഖ് എന്ന് പറയാം. ഖാലിഖ് സൃഷ്ടാവ്, ഖാലിഖ് സൃഷ്ടാവ്. അത് പിന്നെ വിളിച്ചിട്ട് ഹാലിഖ് എന്നൊക്കെ ആവും. ഹാലിഖ്, ഖാലിഖ്, അബ്ദുൽ ഖാലിഖ് എന്ന് പേരുണ്ടെങ്കിൽ ഓനെ വിളിക്കൽ എന്താ? ഹാലിഖ്. ഹാലിഖ് പറഞ്ഞാൽ നശിപ്പിക്കുന്നവൻ എന്നർത്ഥം, നശിച്ചവൻ എന്നർത്ഥം. ഹലാക്കാവുക എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെയാ. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഹസൻ എന്ന നല്ല പേരുള്ളവൻ എന്ത് വിളിക്കുമ്പോൾ ഹസൻ. എത്ര വ്യത്യാസപ്പെടുത്തിയിട്ടാ പറയാ. പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം, പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല നാഫിഅ ഇൽമ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അർത്ഥവ്യത്യാസങ്ങൾ വരുന്ന രൂപത്തിൽ സക്കീർ എന്ന് വിളിക്കും. സക്കീർ അല്ലേ? സക്കീർ ഹുസൈൻ. സക്കീർ എന്ന് പറഞ്ഞാൽ എന്താ? മത്തായവനാ, കള്ളു കുടിച്ച് മത്തായവനാണ് ഓന്റെ പേര്. ഷാക്കിർ, ഷക്കീർ അങ്ങനെയാണെങ്കിലും ഒക്കെ. ദാക്കിർ, ദിക്ർ ചൊല്ലുന്നവൻ, അങ്ങനെ ആയിരിക്കും പേരിടുക. അബ്ദുൽ ഷക്കൂർ എന്നുള്ള പേരിടുക. അത് മാറ്റി നമ്മൾ വിളിക്കുന്നു. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ. ആരിഫ, ഒരു കുട്ടിയുടെ പേര് ആരിഫ എന്നാ ഞാൻ കേട്ടിട്ടുണ്ട്. ആ കുട്ടിയെ വിളിക്കണ ആരി. ആരി എന്ന് വെച്ചാൽ പിന്നെ വസ്ത്രം ഇല്ലാത്തോളം അർത്ഥം, വസ്ത്രമൊക്കെ അയച്ചു വെച്ചോളെന്നാണ് ആരി എന്ന് പറയുമ്പോൾ. ആരിയെ ഒന്നും കൂടെ നീട്ടി വിളിക്കുമ്പോൾ അങ്ങനെ വസ്ത്രമില്ലാത്ത ആള് എന്നുള്ള അർത്ഥം വരാം. നഗ്നനായ ആള് എന്നർത്ഥം വരും. ആരിഫൊക്കെ ഇനി ചെറുതാക്കി വിളിക്കാണ് അല്ലേ? അത് മനസ്സിലാക്കണം. നമ്മൾ പേരിടുമ്പോൾ നമ്മൾ ഉസ്താദന്മാരോട് ചോദിക്കും. ഉസ്താദന്മാരോട് ചോദിക്കൽ എങ്ങനെയാണ്? ആ മനസ്സ് കണ്ട പേരിന് ഇങ്ങോട്ട് അർത്ഥം കിട്ടിക്കൊള്ളണം, നല്ല അർത്ഥം കൊണ്ട് കിട്ടിക്കൊള്ളണം. എന്നിട്ട് ഓമന പേര് വിളിക്കും. അപ്പോഴും നമ്മൾ ചിന്തിക്കൂല എന്താണ് വിളിക്കുന്നത്. അള്ളാഹു നമുക്ക് ബോധം തരുമാറാവട്ടെ. മിൻ ശർരി മാ ഖലഖ്, മിൻ ശർരി മാ ഖലഖ്. ഷർറിന്റെ അർത്ഥം എന്താ? ഷർറ് പറയും, നിങ്ങൾ പറയും. ക്ലാസ് എന്നുള്ളതിന് പേരിട്ടുള്ളത്. ഷർറിന് എന്താ മലയാളം പറയാം? ദോഷം, ഉപദ്രവം. ഇങ്ങോട്ട് പറഞ്ഞോളി. കോമൺ ആയി ഒരു പിന്നെ ഇൻഡിവിജ്വലായി ചോദിക്കണില്ലല്ലോ, എല്ലാരോടും ഒന്നിച്ചാ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറയാം, പ്രതികരിക്കുന്ന രൂപത്തിലാവണം. അല്ലാഹു നാഫിഅ ഇൽമ തരുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉസ്താദുണ്ട്, ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ പറയുമ്പോൾ വലിയ പ്രയാസമാണ്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഈ 2 സൂറത്തുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോഴും ഉസ്താദിനെങ്ങനെ തെളിഞ്ഞു വരും അല്ലേ? ചികിത്സയെക്കുറിച്ചും മന്ത്രത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഉസ്താദ് ആരെങ്കിലും വന്ന് ഇവിടെ ചികിത്സ ഒന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ട് അല്ലേ, ഇവിടെ ചികിത്സ ഒന്നുമില്ല എന്ന് പറയും. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. കിട്ടുന്നതൊക്കെ വേറെ ആൾക്കാണ് സ്വതൊക്കെ ചെയ്യുക. അള്ളാഹ് നമുക്ക് നൽകിയ വലിയ ഭാഗ്യല്ലേ. ഒരിക്കലും നമ്മൾ ആ സാമീപ്യത്തെ വിടരുത് പ്രിയമുള്ളവരെ.
ഒരിക്കലും നമ്മൾ വിട്ടുപോകരുത്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ഇവിടെ ചികിത്സ. അതുപോലെ തന്നെ പരാതി പറഞ്ഞ തീരെ ഇഷ്ടമല്ല. മക്കളെ കുറിച്ചൊക്കെ ചിലർ വന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. സ്വന്തം മക്കളെ കുറിച്ച് അങ്ങനെ മോശമാക്കി പറയരുത് എന്ന് പറയും. കാരണം എന്താ? മക്കളിൽ വല്ല മോശത്തരം ഉണ്ടെങ്കിൽ അതിൽ ആദ്യം നമ്മളെ മോശത്തരം കടന്നിട്ടല്ലേ, നമ്മളെ പ്രതികരണം പോലല്ലേ മക്കൾ വളരുക. തീർച്ചയായിട്ടും അങ്ങനെയാണ്. മക്കൾ അനുകരണ ശൈലിയിലൂടെയാ വരിക. മറ്റൊരാളെ അനുകരിച്ചിട്ട് തന്നെയാണ് വരിക. ഒന്നുകിൽ വാപ്പാനെ ഉമ്മാനെ, അല്ലെങ്കിൽ പിന്നെ ജ്യേഷ്ഠ അവരുടെ മൂത്തവരെ, അല്ലെങ്കിൽ അയൽപക്കത്തുള്ള കുട്ടികളെ, അവരൊക്കെ അനുകരിച്ചിട്ടാ വരിക. നമ്മൾ അതെ, തീർച്ചയായിട്ടും. കേട്ടോ ഉസ്താദ് ഇങ്ങനെ കുറെ അങ്ങളാ ദിക്കറല്ലിക്കോളി ഈ ദിക്കറിൽ ഒന്നായിട്ട് ഇങ്ങോട്ട് പറഞ്ഞ് അങ്ങനല്ല ഉസ്താദ് നമ്മളെ സംസ്കരിക്കുക. ഞാൻ ദീർഘമായി കൂടുതൽ പറയണത് ഉസ്താദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. മിൻ ശർരി മാ ഖലഖ്. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, പറയണ ശ്രദ്ധിക്കണം. മിൻ ശർരി മാ ഖലഖ്. അല്ലാഹു സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളുടെയും ഷർറിൽ നിന്ന്, അള്ളാഹു ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും അല്ലേ, അതിൽ എല്ലാ കാര്യങ്ങളും ഷർറ് ചെയ്യുന്നതെന്നല്ല, എന്നാൽ ഷർറ് ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട്. അതിൽ നിന്നെല്ലാം കാവൽ ചോദിക്കുന്നു എന്നർത്ഥം. മറ്റൊരു വ്യാഖ്യാനം ഇവിടെ മാ ഖലഖ് കൊണ്ട് ഉദ്ദേശിച്ചത് ഇബ്ലീസാണ്. കാരണം ഷർറിന്റെ അടിസ്ഥാനം ആരാണ്? ഇബ്ലീസാണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇബ്നു അബ്ബാസ് ആരും എന്താ ഒന്നും ചെല്ലുന്നില്ലല്ലോ, എന്തിങ്ങളി എളാപ്പി മൂത്താപ്പി ഒന്നുമില്ല, നമ്മൾ ചെല്ലി. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു, ഉറപ്പിച്ചു വെച്ചോളൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആരാ? റഈസുൽ മുഫസ്സിരീനാണ്, മുഫസ്സിറുകളുടെ നേതാവാണ്. തഫ്സീർ ഖുർആൻ വ്യാഖ്യാനിച്ചവരുടെ നേതാവാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു لأن الله تعالى لم يخلق خلقا هو شر منه. ല്ലേ, അല്ലാഹു തആല ഒരു സൃഷ്ടിയെയും സൃഷ്ടിച്ചിട്ടില്ല. ആ സൃഷ്ടികളുടെ ഷർറെല്ലാം തുടങ്ങുന്നത് ആരിൽ നിന്നാണ്? ഇബ്ലീസിൽ നിന്നാണ്. അതുകൊണ്ട് മിൻ ശർരി മാ ഖലഖ് എന്നതിന്റെ ഉദ്ദേശം ആരാണ്? ഇബ്ലീസ് ആണ്. മിൻ ശർരി മാ ഖലഖ്, ഇബ്ലീസിന്റെ ഷർറിൽ നിന്നാണ് ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥമെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇമാം ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നത് മാ ഖലഖ് എന്ന് പറഞ്ഞാൽ നരകമാണ്. നരകവും ഇബ്ലീസും ഇബ്ലീസിന്റെ സന്തതികളുമാണ്. അതാണ് മിൻ ശർരി മാ ഖലഖ് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റു ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അല്ലാഹു മനുഷ്യന്റെ ഉപയോഗത്തിന് തന്നിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ ചിലപ്പോൾ ആപത്തുകൾ വന്നേക്കാം. ഒന്നുകിൽ അവനവന്റെ അശ്രദ്ധ കൊണ്ട് വന്നേക്കാം, അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ കാരണം സംഭവിച്ചേക്കാം. ഓരോരുത്തരുടെയും തെറ്റുകുറ്റങ്ങൾ കാരണവും ആപത്തുകൾ വന്നേക്കാം. ഏതൊക്കെ കാര്യങ്ങളിൽ ചിലപ്പോ മനുഷ്യനാവശ്യമായ വെള്ളം, ഏറ്റവും അനിവാര്യമായ വെള്ളം, ഏറ്റവും അനിവാര്യമായ തീ, അവന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പായ വായു, ഇതിലൂടെയൊക്കെ ചിലപ്പോൾ എന്തുണ്ടായേക്കാം? ആപത്തുകൾ വന്നേക്കാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളുടെ ബുദ്ധിമുട്ടിൽ നിന്ന് കാവൽ ചോദിക്കുക എന്നതാണ് മിൻ ശർരി മാ ഖലഖ് എന്നതിന്റെ ഉദ്ദേശമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അഥവാ ഉപകാരം നമുക്ക് തരുന്ന അനിവാര്യമായ കാര്യങ്ങളും ചിലപ്പോൾ ഒരു ആപത്തായി വന്നേക്കാം. ആ ആപത്തുകൾ വരലെങ്ങനെയാണ്? ചിലപ്പോൾ അത് നമുക്ക് അറിയില്ല. എങ്ങനെ വന്നു നമുക്ക് പറയാൻ പറ്റൂല. ചിലപ്പോൾ നമ്മുടെ കൈമോശം കൊണ്ടാവാം. മഹാന്മാർ പറയുകയാണ്,
മറ്റു ചില ആളുകളുടെ കാരണത്താലുമായേക്കാം. അല്ലേ, വെള്ളത്തിൽ വീണ് ഹലാക്കാകുന്നത്. അള്ളാഹു കാക്കട്ടെ. അല്ലേ, ഡൽഹിയിലല്ലേ 2 കുട്ടികൾ ഇവിടെ വാഷിംഗ് മെഷീനിൽ മരിച്ചു കിടക്കുന്നത് കണ്ടോ? 2 ദിവസം മുന്നേ ഉണ്ടായിരുന്നു 2 കുട്ടികൾ. അവരുടെ മാതാവ് അടുത്ത വീട്ടിലേക്ക് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അങ്ങോട്ട് പോയതാണ്. അപ്പൊ വാഷിംഗ് മെഷീന്റെ മേലെ കയറി നിന്നിട്ട് കുട്ടികൾ അതിലേക്ക് ചാടിയിരിക്കണം. തിരിച്ചു വന്നപ്പോൾ ഉമ്മ തെരഞ്ഞിട്ട് കണ്ടില്ല. ഒരുപാട് നേരം തിരിഞ്ഞു, ആളുകളെ വിളിച്ചു. പിന്നെയാണ് അവിചാരിതമായി ഇത് തുറന്നു നോക്കുമ്പോൾ 2 മക്കളും അതിൽ കിടന്ന് മരിച്ചിരിക്കുകയാണ്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളത് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഉത്തരവാദിത്തമുണ്ട്. നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞല്ലോ, നിങ്ങൾ ഒട്ടകത്തെ കെട്ടണം, ഒട്ടകത്തെ അതിന്റെ സുരക്ഷിത സ്ഥാനത്ത് നിങ്ങൾ വെക്കണം, എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പടച്ചോൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഒരാൾ മരുഭൂമിയിലൂടെ സഞ്ചരിക്കാണ്. ഞാൻ ഒട്ടകത്തേക്ക് അങ്ങനെ അയച്ചു വിടാൻ പറ്റൂല, പിന്നെ ഒട്ടകത്തെ തിരിച്ചു കിട്ടണം എന്ന് പറയാൻ പറ്റൂല. എന്ത് വേണം? ഒട്ടകത്തെ കയറിൽ ബന്ധിപ്പിക്കേണ്ടിടത്ത് ബന്ധിപ്പിക്കണം, എന്നിട്ട് പടച്ചോനോട് ദുആ ചെയ്യണം. അല്ലേ, ഒഴിഞ്ഞ ടെറസിന്റെ മുകളിൽ കിടക്കരുത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കിടന്നതായിരിക്കും. അറിയാതെ ഉറക്കത്തിൽ നടന്ന് അങ്ങ് വീണു പോകുന്ന എത്രയോ അല്ലേ, അറിയാതെ വാതിൽ തുറന്നു പോകുന്നവരില്ലേ. ചിന്തിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കങ്ങളെല്ലാം നടത്തണം. നമ്മള് കിടക്കാൻ വേണ്ടിയിട്ട് കിടപ്പറയിൽ പോയാൽ ആദ്യം ചെയ്യേണ്ട പണി എന്താ? വിരിപ്പ് കുടഞ്ഞ് വൃത്തിയാക്കണം. ഹബീബുന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ല ഇഴജന്തുക്കളുടെയും പ്രാണികളുടെയും ഒക്കെ ശല്യമില്ലാതിരിക്കാൻ നിങ്ങൾ കിടക്കുന്ന വിരിപ്പ് നന്നായി കുടയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അടുത്ത് ഒരു ഗൾഫിലെ സഹോദരൻ മരിച്ചിട്ട് കൊണ്ടുവന്നു. കാരണം എന്താ? ഈ വലിയ വിഷമുള്ള ഒരു തേള് കുത്തിയതായിരുന്നു കാരണം. ബെഡിൽ നിന്നാണ് കുത്തേറ്റത്. കാണാൻ കഴിഞ്ഞില്ല, എന്താണെന്ന് അറിയാൻ സാധിച്ചില്ല. പിന്നെ ഹോസ്പിറ്റലിൽ സുഹൃത്തുക്കൾ എത്തിച്ചപ്പോഴാണ് എന്തോ ഒരു ഉപദ്രവ ജീവിയുടെ കുത്തുകൊണ്ടിട്ടാണ് ഈ അപകടം വന്നതെന്ന് അറിയാൻ സാധിച്ചത്. തിരിച്ച് എല്ലാവരും കൂടെ കൊണ്ടുപോയി എല്ലാവരും റൂമിൽ വന്ന് നോക്കുമ്പോഴാണ് ഈ ബെഡിനകത്ത് കാണുന്നത്. അള്ളാഹു മുസീബത്തുകളെ തൊട്ട് കാക്കുമാറാവട്ടെ. തേളുകളുടെ മുസീബത്ത് ഈ പറഞ്ഞിടത്തൊക്കെ തേളുകളുടെ ഷെറിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിനോടൊക്കെ അങ്ങനെയുള്ള ഉപദ്രവ ജീവികൾ അവയിൽ നിന്നൊക്കെ അതിന്റെ ഒക്കെ ഷെറിൽ നിന്ന് കാവൽ കിട്ടാനുള്ള ആയുധമാണ്, മരുന്നാണ് ഈ സൂറത്ത് ഓതൽ. മനസ്സിലാക്കിയിട്ടില്ലേ? നമ്മൾ അൽ-ഫാത്തിഹ എന്നാണ് വിളിക്കുമ്പോൾ കൂടാണ്ട് ഓതിയ പോരാ. മനസ്സിലാവുന്നുണ്ടോ? കൂടങ്ങ് ഓതിയ പോരാ. ഇത് ബലമുള്ള ഏറ്റവും വലിയ ആയുധമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. മിൻ ശർരി മാ ഖലഖ്, മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു സൃഷ്ടിച്ചവയുടെ ഷർറിൽ നിന്ന്, അഥവാ പടച്ചവൻ സൃഷ്ടിച്ചു വെച്ച ഈ വിഷയങ്ങളിലും തീനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. അപകടം വന്നേക്കാം നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അതുപോലെ അത്തരം ആപത്തുകൾ വരാൻ നമ്മുടെ കുറ്റങ്ങളും നമ്മൾ ചെയ്യുന്ന തിന്മകളും കാരണമായേക്കാം. അല്ലാഹു തആല നമ്മളെ കാക്കുമാറാവട്ടെ. കൈമോശം അല്ലെ, അങ്ങനെ പറയല്ലോ, അവന്റെ കയ്യിലിരിപ്പ് മോശമാണെന്ന് പറയല്ലോ. നമ്മൾ വേറെ ആളെ കുറിച്ച് പറയരുത്, അതിന് നമ്മളെ വലിയ രസാണ്. നമ്മളെ കുറിച്ച് അങ്ങ് മനസ്സിലാക്കിയാൽ മതി, അപ്പോഴാണ് നമുക്ക് രക്ഷ കിട്ടുക. അല്ലാഹു തആല അവന്റെ പൊരുത്തത്തിലായുള്ള ജീവിതം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്ന് മഴ കിട്ടുന്നില്ല, കാരണം എന്താ? നമ്മുടെ കുറവ് തന്നെ. വെള്ളമില്ല എന്ന് വിലപിക്കുന്നില്ലേ? ഏറ്റവും വലിയ വിഷമകരമായ അവസ്ഥയല്ലേ? അല്ലാഹുവേ, നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. فاستغفروا قلت استغفروا ربكم يرسل السماء عليكم مدرارا يرسل السماء عليكم مدرارا إنك كنت بنا غفارا فأرسل السماء علينا مدرارا. നമ്മൾ ദുആ ചെയ്യാറുണ്ടല്ലോ, ഇന്നക കുന്ത ബിനാ ഗഫാറ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഏറ്റവും പൊറുത്തു തരുന്നവനാണ്. അതുകൊണ്ട് ഫഅർസിലിസ് സമാ അലൈനാ മിദ്റാറാ, ഞങ്ങൾക്ക് സമൃദ്ധമായി മഴ തരയണമേ.
ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് പൊറുക്കലിനെ തേടുക, എങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് സമൃദ്ധമായി ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തരുന്നതാണ്. ഇസ്തിഗ്ഫാറും മഴയും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് അവറുകൾ. ഉസ്താദ് എപ്പോഴും ബഹ്റൈനിലൊക്കെ വന്നിരുന്നു. ബഹ്റൈനിലൊക്കെ വന്ന സമയത്തൊക്കെ ഉപദേശിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ പറയും. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം എന്ന് പറയും. എന്താ അത്? ബർക്കത്ത് കിട്ടാനുള്ള കാരണമാണ്. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. എന്തെങ്കിലും തെറ്റ് ചെയ്തതിന്റെ പിറകെ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയണമെന്നില്ല. എല്ലാ സമയത്തും അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹു നമുക്ക് പൊറുത്തു തരുമാറാവട്ടെ. തെറ്റ് ചെയ്യണമെന്നുണ്ടോ? നിസ്കാരം കഴിഞ്ഞ ഉടനെ 3 വട്ടം ചെല്ലേണ്ടത് എന്താ? അസ്തഗ്ഫിറുല്ലാഹൽ അദീം. നിസ്കരിക്കൽ തെറ്റായതുകൊണ്ടാണോ? ആണോ? അസ്തഗ്ഫിറുല്ലാഹൽ അദീം. മലമൂത്ര വിസർജനം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോ ചെല്ലേണ്ടത് എന്താ? ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി അല്ലദാ വആഫാനി. ഗുഫ്രാനക, റബ്ബേ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. ഗുഫ്രാനക, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അല്ലദീ അദ്ഹബ അന്നി അല്ലദാ വആഫാനി, എനിക്കുള്ള ബുദ്ധിമുട്ടുകൾ നീക്കുകയും എന്നെ സുഖമാക്കുകയും ചെയ്ത അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും. ഗുഫ്രാനക. മലമൂത്ര വിസർജനത്തിന് പോവല് തെറ്റായതുകൊണ്ടാണോ? ടോയ്ലറ്റ് പോവല് തെറ്റായതുകൊണ്ടാണോ? എന്ത് ഗുഫ്രാനക എന്ന് പറയാൻ പറഞ്ഞത്? ഏത് സമയത്തും അസ്തഗ്ഫിറുല്ലാഹ്, അത് വിശ്വാസിയുടെ അടയാളമാണ്. പ്രഭാത സമയത്തും പ്രദോഷ സമയത്തും രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകളില്ലേ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇത് ചെല്ലുന്നവർക്ക് റബ്ബിന്റെ ബർക്കത്തും റഹ്മത്തും ആപത്തുകളിൽ നിന്നുള്ള കാവലും ഉണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഒന്ന് ചൊല്ലിക്കോളൂ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ്, പൊറുക്കലിനെ തേടുക. ആ പൊറുക്കലിനെ തേടല് എത്ര കൂട്ടുന്നുവോ അതിന് അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള പ്രതിഫലമുണ്ടാകും. മഴ വർഷിക്കാൻ തന്നെയുള്ള നിദാനം നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടലാണ്. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുക, എങ്കിൽ ആകാശത്തിന് നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു നൽകും. സമൃദ്ധമായി റബ്ബ് മഴ തരുന്നതാണ്. അള്ളാഹു നമുക്ക് മഴ നൽകുമാറാവട്ടെ. എല്ലാവരും പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കല്ലേ, വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക ക്ഷാമകാലമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകളെ പറ്റിക്കുന്ന പണിയാണ് നിങ്ങൾ കച്ചവടത്തിൽ ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് ക്ഷാമം വന്ന് ഭവിക്കുമെന്ന് റസൂലുള്ളാഹി. വഞ്ചനയിലൂടെ കച്ചവടം നടത്തുക, വഞ്ചന നടത്തുക, അളത്തത്തിലും തൂക്കത്തിലും വ്യത്യാസം വരുത്തിയാൽ അത് കാരണം നിങ്ങൾക്ക് മഴയുണ്ടാവില്ല എന്ന് ഹബീബേ ഖുദാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏറ്റവും വലിയ ദുരിതം അവിടല്ലേ? കാരും നോമ്പും കാര്യമൊക്കെ ഉണ്ട്, പക്ഷെ പൈസ വേണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ്. അവിടെ ഹലാലും ഹറാമും എന്തെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അളത്തത്തിലും തൂക്കത്തിലും ഏറ്റ വ്യത്യാസം വരുത്തുന്നത് മഴ കുറയാൻ കാരണമാകുമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. മറ്റൊരു ഹദീസിൽ എന്താ? സക്കാത്ത് കൊടുക്കാതിരുന്നാൽ, സക്കാത്ത് അത് അവകാശപ്പെട്ടവർ കൊടുക്കാതിരുന്നാൽ അത് ക്ഷാമം പിടികൂടാൻ കാരണമാകുമെന്ന് ശഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി. സ്വലാത്ത് ചൊല്ലിക്കോളൂ ഉറക്കെ. ലേ അൻത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ الشفيع الابتهي والحبيب العربي. മഴ വരാതിരുന്നപ്പോ ഒരു നാട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട് പരാതി പറഞ്ഞല്ലോ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഴ വേണം നബിയെ.
അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. പേമാരിയായി റബ്ബിന്റെ അനുഗ്രഹം അങ്ങ് പെയ്ത് നിർഭരമായി എല്ലാവിധ സ്ഥലങ്ങളും ആ നാട്ടിൽ വെള്ളം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. അവസാനം വെള്ളപ്പൊക്കത്തോടടുത്തെത്തുമ്പോ അതേ ആളുകൾ വന്ന് പരാതി പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇനി ഞങ്ങൾക്ക് വെള്ളം വേണ്ടതില്ല, ഞങ്ങൾക്ക് മഴ സമൃദ്ധമായി കിട്ടിയിരിക്കുന്നു. അല്ലാഹ് പുണ്യ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുമ്മ ഹവാലൈനാ ലാ അലൈനാ, ഇനി ഞങ്ങൾക്ക് വേണ്ട അല്ലാഹ് മഴ വേണ്ട, ഇനി ഞങ്ങളുടെ ചുറ്റുവട്ടത്തേക്ക് കൊടുക്കുക. അങ്ങനെ മഴ അവിടെ നിന്ന് മാറിപ്പോയി എന്നാണ്. അല്ലാഹു തആല നമുക്ക് അനുഗ്രഹം തരുമാറാവട്ടെ. അല്ലേ, മൃഗങ്ങളും പക്ഷിമൃഗാദികളൊക്കെ ശപിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോ നമുക്ക് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കണം. ഇഴജന്തുക്കളൊക്കെ ഇറങ്ങുകയാണ്, കാട് പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങുകയാണ്, കാടുകൾക്ക് തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, ആരെങ്കിലും ശ്രദ്ധിച്ചോ? നമുക്ക് വലിയ മറ്റുള്ള വിവാദങ്ങളല്ലേ വലിയത്? അല്ലെ, നടിയെ തട്ടിക്കൊണ്ടുപോയത്, വൈദികം പീഡിപ്പിച്ചത്, ഇതൊക്കെ ഇങ്ങനെ ചവറുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് അവസാനിക്കാത്ത വിധത്തിൽ ഒന്നും രണ്ടും വാർത്ത ഒന്നല്ല, അതിനെപ്പറ്റി പിന്നെ ഫീച്ചറുകളാണ്. അതിങ്ങനെ വായിച്ച് തള്ളാൻ. പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയായിക്കൊണ്ടിരിക്കുന്നു. അവിടെ പിടിച്ചു, ഇവിടെ അറസ്റ്റ് ചെയ്തു എന്ന് പറയാന്നല്ലാതെ. അല്ലേ, ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കൂ. കാട്ടുതീ പടർക്കുന്നു, ആർക്കും പ്രശ്നമില്ല. മറ്റുള്ള വിഷമങ്ങൾ വരുന്നു, വെള്ളമില്ലാത്ത അവസ്ഥ വരുന്നു, അതൊന്നല്ല വിഷയം. അതിനുള്ള പരിഹാരത്തിന് വേണ്ടിയിട്ടല്ല പത്രകോളങ്ങൾ നിറയുന്നത്. എടുത്ത് വായിക്കൂ, ഒന്ന് മനസ്സിലാക്കൂ. കാട്ടുതീ അള്ളാഹുവിന്റെ വലിയ ഒരു ശിക്ഷയെന്നോണം ആപത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. റബ്ബ് തആല അവന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഘട്ടങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുമാറാവട്ടെ. എന്തേ നമ്മൾ പറഞ്ഞത്? വെള്ളം അല്ലേ, വെള്ളമില്ലാത്ത ആ അവസ്ഥ വരാനുള്ള കാരണം ഇത്തരം ആഭാസങ്ങളാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും ഒക്കെ ഫസാദ് വ്യാപകമായിരിക്കുന്നു. ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങൾ അവരുടെ പ്രവൃത്തി മോശമായത് കാരണത്താൽ, അവരുടെ കൈകൾ കൊണ്ട് ചെയ്ത പ്രവൃത്തികൾ മോശമായത് കാരണത്താൽ. അതുകൊണ്ട് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും ഫസാദ് വ്യാപകമായിരിക്കുന്നു. ഈ ഫസാദ് കൊണ്ടുള്ള ഉദ്ദേശം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ക്ഷാമം വരലാണ്, മഴ കുറയലാണ്, വെള്ളമില്ലാതിരിക്കലാണ്, കൃഷികൾ നശിക്കലാണ്. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ് മിൻ ശർരി മാ ഖലഖ്. അതുകൊണ്ട് അല്ലാഹു സൃഷ്ടിച്ചു വെച്ച കാര്യങ്ങളിലെ ശർറുകളിൽ നിന്ന് നാദാ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. തീ ചില ശർറായി വന്നേക്കാം, വായു സഞ്ചാരം നിങ്ങൾക്ക് ശർറായി വന്നേക്കാം, വെള്ളത്തിന്റെ വെള്ളപ്പൊക്കവും മറ്റും വന്നിട്ട് ശർറുകൾ ഉണ്ടായേക്കാം. അല്ലേ, വെള്ളം കുറഞ്ഞുകൊണ്ടും വെള്ളം വറ്റി വരണ്ടുകൊണ്ടും വിഷമതകൾ വന്നേക്കാം. അത്തരം ആപത്തുകളിൽ നിന്നും ശർറുകളിൽ നിന്നും റബ്ബേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. മിൻ ശർരി മാ ഖലഖ. നോക്കൂ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മുസീബത്ത് എന്ന് പറഞ്ഞാൽ ആ മുസീബത്തിന്റെ കാരണം, ഫസാദിന്റെ കാരണം എന്താണ്? ഫസാദ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ക്ഷാമം വരലാണ്, ബുദ്ധിമുട്ടുകൾ വരലാണ്, ഭൂമി വറ്റി വരണ്ട് പോവലാണ്. മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി ഗാസിഖിൻ, രാത്രിയുടെ ശർറിൽ നിന്നും കാവൽ ചോദിക്കുന്നു. വമിൻ ശർരി ഗാസിഖിൻ, രാത്രിയുടെ ഷെറിൽ നിന്ന്, രാത്രിയുടെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. ഷെറ് എന്ന് പറഞ്ഞാൽ എന്ത്? ഉപദ്രവം. നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ മുഴുവനാക്കിയില്ല. ഷെറ് എന്ന് പറഞ്ഞാൽ ഉപദ്രവം എന്ന് പറയാം. രാത്രിയുടെ ഉപദ്രവത്തിൽ നിന്നും, ഇദാ വഖബ, രാത്രി ഇരുൾ മൂടിയതാകുമ്പോൾ, ഇദാ വഖബ, രാത്രി ഇരുൾ മൂടിയതാകുമ്പോൾ,
ഇദാ വഖബ്. നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. ഖലഖ് എന്ന് പറഞ്ഞ് നിർത്തരുത് അല്ലേ? നമുക്ക് തജ്വീദും കൂടെ പഠിക്കാൻ ഇവിടെ സമയമില്ല. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഖുതുബ് ജദിന്റെ അക്ഷരമായതുകൊണ്ട് നേരെ അങ്ങ് സ്റ്റോപ്പാക്കരുത്, നേരെ ഒന്ന് സ്റ്റോപ്പാക്കരുത്, ഒന്ന് മുഴക്കത്തോടുകൂടെ ഉച്ചരിക്കണം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഖുതുബ് ജദിന്റെ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചതല്ലേ? സമസ്തന്റെ മദ്രസ പഠിച്ചവരല്ലേ നമ്മളൊക്കെ? ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ, ഈ അക്ഷരങ്ങൾ അല്ലേ? ഈ അക്ഷരങ്ങൾ വന്നാൽ അവിടെ എന്താവണം? ഒരു മുഴക്കത്തോടുകൂടെ ഉച്ചരിക്കണം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. അങ്ങനെ ഉച്ചരിക്കാൻ പറ്റൂല. എങ്ങനെ ഉച്ചരിക്കണം? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. എന്തുകൊണ്ട്? ദാൽ ഈ അക്ഷരങ്ങളിൽ പെട്ടതാണ് അല്ലേ? ഇവിടെയോ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖാഫ് വന്നു. മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, വഖബ് ബാ വന്നു. വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്, വീണ്ടും ദാല. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അല്ലാഹു നാഫിയായ ഇൽമ് നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. വമിൻ ശർരി ഗാസിഖ്. ഗാസിഖ് എന്ന് പറഞ്ഞാൽ എന്താ? രാത്രി എന്നർത്ഥം. ഗാസിഖ് എന്ന അർത്ഥം രാത്രി. വമിൻ ശർരി ഗാസിഖിൻ, രാത്രിയുടെ ഉപദ്രവത്തിൽ നിന്നും അല്ലാഹ് നിന്നോട് കാവൽ തേടുന്നു. ഇദാ വഖബ, രാത്രി ഇരുൾ മുറ്റിയതാകുമ്പോൾ. കാരണം എന്താ? ഇരുട്ട് വരുമ്പോഴേക്കും ഷർറ്. എല്ലാ മനുഷ്യന്റെ മനസ്സിൽ വരുന്ന എല്ലാ തോന്നലുകളും ഇങ്ങനെയുള്ള ഒരു ഉപദ്രവാണോ അല്ലേ? ഉപദ്രവാണോ? ഒരു പൂച്ച അങ്ങ് പോയാൽ പറയും, മനുഷ്യന്റെ മനസ്സങ്ങനെയാണ്. ഒരു കറുത്ത പൂച്ച അങ്ങ് പോയാൽ അപ്പൊ പറയും എന്തോ ഹലാക്കാൻ. സഹോദരിമാരുണ്ടാവുമല്ലോ, അങ്ങനെ എല്ലാത്തിനെയും അങ്ങനെ പറഞ്ഞിരുന്നാൽ പിന്നെ അതന്നെ പണി ഉണ്ടാവുള്ളൂ. അടുത്ത ആയത്ത് പറയുമ്പോൾ നമുക്കത് വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, വമിൻ ശർരി ഗാസിഖിൻ, രാത്രിയുടെ ശർറിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. ഇദാ വഖബ, രാത്രി ഇരുൾ മൂടിയതാകുമ്പോ. പാതിരാവിലാണല്ലോ പ്രശ്നം. പകലിൽ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലൂടെ പിന്നെ എന്താക്കാൻ പറ്റൂല, രാത്രിയിൽ പോകാൻ പേടിയാണ്, മനുഷ്യന് പേടിയാണ്. അടച്ചിട്ട പകലിൽ അടച്ചിട്ട വാതിൽ രാത്രി തുറക്കാൻ പേടിയാണ്. മനസ്സിലാക്കണം. ഒരു വാഴയുടെ ഇലയൊന്ന് ആടിയതാണ്, അത് കുട്ടി കണ്ട് പേടിച്ചു. എത്ര പറയാറുണ്ടങ്ങനെ? രാത്രി ഇരുൾ മൂടിയതാകുമ്പോൾ അതിന്റെ ശർറിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. 10 നിയമം നിർത്തിയാണ്. എത്ര വരെ പോകാം നിങ്ങൾ പറയണം. ഈ സൂറത്ത് കഴിയണം എന്നാണ് എൻ്റെ കൂടെ ബഹുമാനപ്പെട്ട സിയാസ്തങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് ഒക്കെ ബുദ്ധിമുട്ടാവും. നൂറുദ്ദീൻ തങ്ങളൊക്കെ അത് ലൈവ് കൊടുക്കണ് 10 വരെ പോലെ ഇൻഷാ അല്ലാഹ്. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? ഇല്ലേ? തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് റസൂലില്ലാ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. നമ്മൾ 3 ആയത്ത് പറഞ്ഞു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തിന്റെ പൊട്ടിവിടരുന്ന പ്രഭാതത്തിന്റെ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു.
മിൻ ശർരി മാ ഖലഖ്. മിൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മിൻ, ഇൽ നിന്ന് എന്നർത്ഥം പറയാൻ പറ്റും. ഒരർത്ഥം എന്ത് പറയാം? ഇൽ നിന്ന്. മിൻ ശർരി മാ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ച വസ്തുക്കളുടെ ശർറിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു. വമിൻ ശർരി ഗാസിഖിൻ, രാത്രിയുടെ ഷെറിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു. രാത്രിയുടെ ഷെറ് കൂടുതലായി ഉണ്ടാവൽ എപ്പോഴാണ്? ഇദാ വഖബ, ഇരുൾ മൂടിയതാകുമ്പോൾ. ഇദാ വഖബ, ഇരുൾ മൂടിയതാകുമ്പോ, കൂടുതൽ ഇരുട്ട് വരുമ്പോൾ എന്നർത്ഥം. പിന്നെ പറയാം വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ഷെറിൽ നിന്നും. കെട്ടുകളിൽ ഊതുന്നവരുടെ ഷെറിൽ നിന്നും. കെട്ടുകളിൽ ഊതുന്നവരാരാ? സിഹ്ർ ചെയ്യുന്നവർ, സിഹ്ർ ചെയ്യുന്നവർ, മാരണം ചെയ്യുന്നവർ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഏറ്റവും വലിയ വിപത്താണ് സിഹ്ർ എന്ന് പറഞ്ഞാൽ. വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്നും. നഫ്ഫാസാത്ത് എന്ന് പറഞ്ഞാൽ ഊതുന്ന പെണ്ണുങ്ങൾ, സ്ത്രീകൾ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന്റെ കാരണം എന്തെന്നാൽ ഈ സൂറത്തുകൾ ഇറങ്ങാനുള്ള അതിന്റെ പശ്ചാത്തലം വിവരിച്ചിടത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ലബീദ് ഇബ്നുൽ അഅ്സം എന്ന ജൂതൻ ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തകർക്കാൻ വേണ്ടി മാരണം ചെയ്തു, സിഹ്ർ ചെയ്തു. ആ സിഹ്ർ ചെയ്യാൻ ലബീദ് ഇബ്നുൽ അഅ്സമിന്റെ കൂടെ അവന്റെ പെൺമക്കളും കൂടിയിരുന്നു. ലബീദ് ഇബ്നുൽ അഅ്സമും പെൺമക്കളുമാണ് എന്ത് ചെയ്തത്? സിഹ്ർ ചെയ്തത്. അതുകൊണ്ടാണ് നഫ്ഫാസാത്ത്, ഊതുന്നവരായ പെണ്ണുങ്ങളുടെ ഷർറിൽ നിന്ന് എന്നുള്ള പ്രയോഗം അവിടെ ഉണ്ടായത്. വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ്. മാത്രല്ല, പെണ്ണുങ്ങളാണല്ലോ ആ പണിയിൽ നിൽക്കുന്നത്, അല്ലേ? അതിനു വേണ്ടി ഇങ്ങനെ നടക്കുന്നത് എന്നുള്ള ഒരു ടോക്കുണ്ടല്ലോ, ഒരു സംസാരം ഉണ്ടല്ലോ. അല്ലാഹു തആല നമ്മുടെ സഹോദരിമാരെ കാക്കുമാറാവട്ടെ. വേഗം മനസ്സിൽ ഇങ്ങനെ ആദികൾ, വിഷമങ്ങൾ കുമിഞ്ഞുകൂടുക നമ്മുടെ ഉമ്മമാർക്കാണ്, സഹോദരിമാർക്കാണ്. അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ അവിടെ പോയി ഇവിടെ പോയി ആകെ നശിപ്പിക്കാൻ അല്ലാഹു തആല കാക്കുമാറാവട്ടെ. അല്ലേ? ഒരു പെണ്ണ് നന്നായാൽ അത് ഏറ്റവും വലിയ വെളിച്ചമാണ്, അത് വീടിന്റെ വിളക്കാണ്, അത് നാടിന്റെ മുഴുവൻ ഏറ്റവും വലിയ നന്മയായി വിടർന്നു നിൽക്കുമെന്നല്ലേ? ഒരു പെണ്ണ് കുടുംബത്തിൽ നന്നായ പിന്നെ ആ കുടുംബം ഫുള്ള് മുഴുവൻ നന്നായിരിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു യാഥാർത്ഥ്യം. വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ്. ഉഖദ് എന്ന് പറഞ്ഞാൽ കെട്ടുകൾ എന്നർത്ഥം, അല്ലേ? വഹലുൽ ഉഖദതം മിൻ ലിസാനി, നിങ്ങൾ കേട്ടിട്ടില്ലേ? വഹലുൽ ഉഖദതം മിൻ ലിസാനി എപ്പോൾ കേട്ടിട്ടുണ്ട്? വഅള് പറയുമ്പോൾ കേട്ടിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അങ്ങനെ വരട്ടെ പ്രതികരണം. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വഅള് പറയുമ്പോൾ എന്തിനാ അത് പറയണത്? ഇതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. റബ്ബിശ്റഹ് ലീ സ്വദ്രി, എൻ്റെ ഹൃദയത്തെ റബ്ബേ നീ വിശാലമാക്കി തരണേ. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി, എൻ്റെ കാര്യങ്ങളെ നീ എളുപ്പമാക്കി തരണമേ. വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി, എൻ്റെ നാവിൻ്റെ കെട്ടുകൾ നീ അഴിച്ചു മാറ്റണമേ. വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, ഞാൻ പറയുന്നതെന്തോ എൻ്റെ ഖൗല് അത് മറ്റുള്ളവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഹാറൂൻ നബിയെ കൂടെ നബിയാക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാ? മൂസാ നബി അലൈഹി സ്വലാമിന് സംസാരത്തിന് ചെറിയ എന്തുണ്ടായിരുന്നു? ഒരു വിക്കുണ്ടായിരുന്നു. എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു കൊടുത്താലും ചില അനുഗ്രഹങ്ങൾ കൊടുത്തില്ല എന്ന് വരും. മൂസാ നബിയെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ഒരു വടി കൊണ്ട് വിസ്മയം തീർത്തവരാണ് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, അല്ലേ? അവിടുത്തെ കൈകൾക്ക്, അവിടുത്തെ ശരീരത്തിന് എല്ലാം കൊണ്ടും വലിയ അനുഗ്രഹം നൽകിയ ആളാണ്. റബ്ബിനോട് സംസാരിക്കാനായി പോയില്ലേ തുരിസീനാ പർവ്വതത്തിലേക്ക്, അല്ലേ? ആ മലയങ്ങ് ആ സമയത്തെങ്കായി കിടുകിടാ വിറച്ചു. ഫഖറ മൂസാ സഇഖാ, മൂസാ നബി ബോധം കെട്ട് വീണുപോയി. അല്ലാഹു അനുഗ്രഹം കൊടുത്തല്ലോ, കാണാൻ വേണ്ടിയിട്ട് ഇതാ വന്നോളൂ എന്ന് പറഞ്ഞില്ലേ? റബ്ബിനോട് സംസാരിക്കാനുള്ള അവസരം കൊടുത്തില്ലേ? ഹിയാ സായ അതവക്കഉ അലൈഹാ വഅഹുസ്സു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖറാ
മാ തിൽക ബിയമീനിക മൂസ. എന്താ മൂസാ നബി റബ്ബിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട ഒരു കാര്യം എന്താ? അല്ലാഹ് മൂസാ നബിയോട് ചോദിച്ചു, എന്താ മൂസാ നബിയെ നിങ്ങളുടെ വലത് കയ്യിൽ? അപ്പോ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹിയ അസായ, അതെന്റെ വടിയാണ്. ഹിയ അസായ, അത് എന്റെ വടിയാണ്. അത് പറഞ്ഞു നിർത്തിയില്ല. പിന്നെ പറഞ്ഞു എന്ത്? അതവക്കഉ അലൈഹ, ഞാൻ ആ വടി കൊണ്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അതവക്കഉ അലൈഹ, ഞാൻ ആ വടി ചാരി നിൽക്കാൻ ഉപയോഗിക്കും. വഅഹുസ്സു ബിഹാ അലാ ഗനമി, എൻ്റെ ആടുകൾക്ക് ഞാൻ ഇല പൊഴിച്ചു കൊടുക്കും. വലിയ ഫിഹാ മആരിബു ഉഖറ, എനിക്ക് ആ വടി കൊണ്ട് വേറെയും ഒരുപാട് ഉപകാരങ്ങളുണ്ട്. മുഫസ്സിറുകൾ അവിടെ വിശദീകരിക്കുന്നുണ്ട്. നേരത്തെ തങ്ങൾ പറഞ്ഞ പോലെ തഫ്സീർ നോക്കിയാലല്ലേ തീരുള്ളൂ. എന്താ? മൂസാ നബിക്കുള്ള വല്ലാത്ത ആഗ്രഹമല്ലേ അള്ളാഹിനോട് സംസാരിക്കാൻ. റബ്ബിനോട് സംസാരിക്കുമ്പോൾ അതെന്റെ വടിയാണെന്ന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. പക്ഷെ അതിനെപ്പറ്റി അങ്ങ് പറഞ്ഞു എന്ത്? അതിലെനിക്ക് ഒരുപാട് ഉപകാരമുണ്ട്. ഞാൻ ആ വടിയിൽ ചാരി നിൽക്കുന്നതാണ്. ഞാൻ എൻ്റെ ആടുകൾക്ക് ഇല പൊഴിച്ചു കൊടുക്കുന്നതാണ്. ഇതിങ്ങനെ നീട്ടി പറയാനുള്ള കാരണം എന്താ? അള്ളാഹിനോട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയതല്ലേ, അതുകൊണ്ട് കൂടുതൽ അല്ലേ. നമ്മളങ്ങനെ മാത്തുക്കളെടുത്തൊക്കെ മഹാന്മാരടുത്തൊക്കെ പോകുമ്പോൾ അല്ലേ, പാണക്കാട്ടൊക്കെ പോയാൽ കുറച്ച് നേരം നമുക്ക് സംസാരിക്കാൻ കിട്ടിയത് നമ്മൾ സന്തോഷത്തോടുകൂടെ പറയില്ലേ. ഷെയ്ഖുന ഉസ്താദിന്റെ അടുത്ത് വന്നാൽ കുറച്ച് നേരം കിട്ടിയ സന്തോഷം പറയാത്തവരാരുള്ളത് ഉണ്ടോ? കുറെ നേരം കിട്ടി, നന്നായി സംസാരിക്കാൻ കഴിഞ്ഞു പറയാറുണ്ട്. സ്വസ്ഥമായൊക്കെ കിട്ടിയാൽ അതൊരു സന്തോഷമാണ്. അപ്പൊ മൂസാ നബിക്ക് അങ്ങനെ ഒരു താല്പര്യം, അള്ളാഹിനോട് സംസാരിക്കാൻ കിട്ടിയ അവസരല്ലേ. അപ്പൊ വടിനെ പറ്റി അങ്ങ് പറഞ്ഞു. ഇങ്ങനെയൊക്കെ അനുഗ്രഹം കിട്ടിയ മൂസാ നബി അലൈഹി സ്വലാമിന് എന്ത്? നാവിന് ചെറിയ സംസാരത്തിന് വിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹാറൂൻ നബിയെ സഹോദരനെ കൂടെ നബിയാക്കണം എന്ന് പറഞ്ഞത്. മൂസാ നബിയുടെ ദുആയാണ്. മൂസാ നബി അലൈഹിസ്സലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് പോലെ റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അപ്പൊ അതുകൊണ്ടാണ് വയലിലൊക്കെ ആ ദുആ ഉഖ്ദത്ത് ആ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. ഉഖ്ദത്ത് പറഞ്ഞ കെട്ട് എന്നർത്ഥം. ഇവിടെ ഉഖ്ദത്തിന്റെ പ്ലൂരലാണ് എന്ത്? ഉഖദ്, കെട്ടുകൾ എന്നർത്ഥം. ഉഖ്ദത്ത് പറഞ്ഞാൽ കെട്ട്, ഒരു കെട്ട് അല്ലേ. ഉഖദ് എന്ന് പറഞ്ഞാലോ കെട്ടുകൾ എന്നർത്ഥം. അങ്ങനെ കെട്ടുകളിൽ ഊതുന്നവരുടെ നൂലും ചരടും കയറൊക്കെ ഉപയോഗിച്ചിട്ടാണ് മുഫസ്സിറുകൾ പറയുന്നത്. പുണ്യ നബിക്ക് സിഹ്ർ ചെയ്ത ലബീദ് ഇബ്നുൽ അസം ഓനും കൂട്ടരും എന്താ ചെയ്തത്? നബിതങ്ങളുടെ കോലുണ്ടാക്കി, മെഴുകിൽ കോലുണ്ടാക്കിയിട്ട് അതിൽ ചരടും മറ്റൊക്കെ കെട്ടി പുണ്യ നബിയുടെ ചീർപ്പിന്റെ ഭാഗം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല, ചീർപ്പിന്റെ ഭാഗവും അവിടെ വാർന്ന് വീഴുന്ന മുടിയുടെ ഭാഗവും ഒക്കെ കൊണ്ടുപോയിട്ട് നബിതങ്ങളുടെ വീട്ടിലുള്ള ഒരു ജൂതനായ ഖാദിമിനെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ലബീദ് ഇബ്നുൽ അസം ചെയ്തത് എന്നാണ്. അങ്ങനെ കെട്ടുകളിൽ ഊതുന്ന സിഹ്ർ ചെയ്യുന്ന ആളുകളുടെ ഷർറിൽ നിന്ന് അല്ലാഹ് നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നാണ്. നഫാസാത്ത് എന്നാ ഉപയോഗിച്ചത്. എല്ലാം ശ്രദ്ധിച്ചോളൂ. നഫസ എന്ന് പറഞ്ഞാൽ അല്പം ഉമിനീരോടുകൂടെ ഊതണീനാണ് എന്ത് പറയാ? നഫസ. എന്ത്? ഉമിനീരോടുകൂടെ ഊതണീനാണ് എന്ത് പറയാ? നഫസ. നഫാസാത്ത് എന്ന് പറഞ്ഞാൽ ഉമിനീരോടുകൂടെ അല്പം ഊതുക. അങ്ങനെ കെട്ടുകളിൽ ഊതുക അത് സിഹ്ർ ചെയ്യുന്നവരുടെ പ്രവർത്തികളിൽപ്പെട്ടതാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ. ഏറ്റവും വലിയ ആപത്താണ് സിഹ്ർ എന്ന് പറഞ്ഞാൽ. ഇന്ന് വ്യാപകമായി അങ്ങനെ ചിന്തിക്കുകയല്ലേ ആളുകൾ. എന്തെങ്കിലുമൊക്കെ പരിക്ക് പറ്റുമ്പോൾ അത് സിഹ്ർ ചെയ്തു എന്നിട്ട് ഓടി നടക്കാൻ. അല്ലാഹു കാക്കുമാറാവട്ടെ. ഓടി നടക്കുന്നത് എങ്ങോട്ടാണ്? ഇസ്ലാമിന് യോജിക്കാത്ത ചികിത്സാ രീതികളിലേക്ക് ഓടുന്നവരില്ലേ? അവർ ഖുർആനിനെ അവഗണിച്ചുകൊണ്ടല്ലേ ഓടുന്നത്? ഖുർആൻ കൊണ്ട് ചികിത്സിക്കുന്ന നല്ല ആളുകളുടെ അടുത്തേക്ക് പോകുക. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. പരിശുദ്ധ ദീനിനെ കളിയാക്കുന്ന പൈശാചികതയുടെ വാഹകരായ ആളുകളുടെ അടുത്തേക്ക് ചികിത്സക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ആപത്താണ്. കുഫറിലേക്ക് നമ്മെ എത്തിക്കുന്നതാണ്. സിഹ്ർ വൻ പാപമാണ്. ഏറ്റവും അല്ലാഹു പൊറുക്കാത്ത പാപമാണ് സിഹ്ർ. അതിന്റെ പേരും പറഞ്ഞിട്ട് പോകുന്നത് മറ്റൊരു കുഫറിലേക്കാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യത്തിലേക്കാണ്. സംശയിക്കേണ്ടതില്ല. ചിലരും കണ്ടിട്ട് പോകാൻ പറ്റുമോ പറ്റൂലേ എന്നൊക്കെ വെറുതെ ഇങ്ങനെ ചോദിക്കണത്
അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിതത്തെ ഹലാക്കാക്കാൻ പോവരുത്. റബ്ബിലേക്കങ്ങ് അടുത്ത് തവക്കുലാക്കി നിന്നാൽ നമുക്ക് ഒരു ശർറും ഉണ്ടാവില്ല. മുത്തനബി പഠിപ്പിച്ചില്ലേ, നിങ്ങൾ ഉറങ്ങാൻ നേരത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. എന്നിട്ട് 2 കൈയിലായിട്ട് ഊതിക്കൊണ്ട് ശരീരമാസകലം തടവുക. ഇപ്രകാരം 3 തവണ ചെയ്താൽ ഒരു ശർറും നിങ്ങൾക്ക് പിടികൂടുകയില്ല എന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാൽ സിഹിറിനെ നിഷേധിക്കുന്ന ചില ആളുകളുണ്ട്. സിഹിറും മറ്റൊന്നുമില്ല, അത് പൊട്ടത്തരല്ലേ? അത് ഏറ്റവും വലിയ പൊട്ടത്തരമാണ്. സിഹിറില്ല എന്ന് പറയുന്നവൻ പരിശുദ്ധ ഖുർആനിനെ നിഷേധിക്കുന്നവനാണ്. സിഹിറിനെ തടയാനാണ് ഈ 2 സൂറത്തുകൾ തന്നെ ഇറങ്ങിയത്. മുഫസ്സിറുകളെ കളിയാക്കുകയാണോ ഇവർ? അല്ലേ, മഹാന്മാരായ മുഫസ്സിറുകൾ അവരൊക്കെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം രേഖപ്പെടുത്തിയ സംഭവമാണ് പുണ്യ നബിക്ക് വരെ സിഹിർ ബാധിച്ചു എന്നുള്ളത്. അള്ളാന്റെ റസൂലിന് ദിവസങ്ങളോളം ഈ വിഷമാവസ്ഥ നേരിട്ടില്ലേ? പനി ബാധിച്ചില്ലേ? പ്രയാസങ്ങൾ വന്നില്ലേ? വീട്ടിലേക്ക്, വീട്ടുകാരുടെ അടുത്തേക്ക്, തന്റെ കുടുംബത്തിന്റെ, തന്റെ ഭാര്യമാരുടെ, അവിടുത്തെ ഭാര്യമാരുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പ്രയാസങ്ങൾ ഉണ്ടായില്ലേ? മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ഈ സിഹിർ ചെയ്ത കാലത്ത് അള്ളാഹു അറിയിച്ചു കൊടുത്തു. പുണ്യനബി ഉറങ്ങുന്ന സമയത്ത് 2 മലക്കുകൾ വന്ന് വിവരമറിയിച്ചു കൊടുത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അള്ളാന്റെ ഹബീബ് സഹാബാക്കളിൽ പ്രമുഖരായ 3 ആളുകളെ ചുമതലപ്പെടുത്തി. ഇന്നാലിന്ന കിണറ്റിന്റെ അടിയിലെ പാറക്കെട്ടിന് താഴെയായിട്ടാണ് ലബീദ് ഇബ്നുൽ അഅ്സമും കൂട്ടരും സിഹിർ ചെയ്തിരിക്കുന്നത്. ആ കെട്ടുകളെ മുഴുവൻ എടുത്തു മാറ്റി. അപ്പോഴാണ് ഖുർആൻ ഇറങ്ങുന്നത്. ഈ 2 സൂറത്തുകൾ ഇറങ്ങി. ഓരോ ആയത്തുകളും ഇറങ്ങും, ഓരോ ആയത്തുകൾ ഓതുന്നതനുസരിച്ച് കെട്ടുകൾ അഴിക്കപ്പെടുകയും പുണ്യനബി കൂടുതൽ ഉന്മേഷവാനായി തിരിച്ചു വരികയും ചെയ്തുവെന്നാണ്. ഖുർആനിനെ നിഷേധിക്കുന്നവനെ അല്ലേ സിഹിർ പറഞ്ഞുകൊണ്ട് വലിയ വിവാദം ഉണ്ടാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ജിന്നും സിഹിർ, ജിന്നിനെ നിഷേധിക്കുക, സിഹിറിനെ നിഷേധിക്കുക. ഇതൊക്കെ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല. വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാതീന കഫറു യുഅല്ലിമൂന അന്നാസ അസ്സിഹർ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം തന്നെ നമ്മൾ ഖുർആനിൽ നിന്ന് അറിയുമ്പോ അല്ലാഹു ജിന്നുകളെ സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തില്ലേ? പിശാചുക്കൾ ചെയ്തു സുലൈമാൻ നബിയുടെ കാലഘട്ടം. വലാകിന്ന ശയാതീന കഫറു യുഅല്ലിമൂന അന്നാസ അസ്സിഹർ. പല പണി എന്തായിരുന്നു? സിഹിർ പഠിപ്പിക്കലാണ്. സിഹിർ പഠിപ്പിക്കണം. അല്ലാഹു കാക്കുമാറാവട്ടെ. ഏറ്റവും വലിയ കബായിറുകളിൽ പെട്ടതാണെന്ത്? സിഹിർ ചെയ്യാന്നുള്ളത്. ചില ആളുകൾ ചികിത്സക്ക് സമീപിക്കുമ്പോ ഞൊടിയിട കൊണ്ട് പറയും അത് സിഹിറാണ്. കാരണം ചെലവാവണ്ടേ. അങ്ങനെ പറയുമ്പോഴല്ലേ തുടർച്ചയായിട്ട് ആള് വരുള്ളൂ. തുടർച്ചയായിട്ട് ആള് വരുള്ളൂ. അല്ലാഹു കാക്കട്ടെ. പരിശുദ്ധ ഖുർആൻ നമ്മൾ മുറുകെ പിടിച്ചാൽ മതി. ഇങ്ങനെയുള്ള ആപത്തുകളും നമുക്ക് വരൂല. അല്ലാഹു കാക്കട്ടെ. ആപത്തുകൾ വല്ലതും വരുന്നുണ്ടെങ്കിൽ അതൊക്കെ തട്ടിമാറ്റാൻ ഈ സൂറത്തുകൾക്ക് സാധിക്കുമെന്നല്ലേ പുണ്യനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു عن النبي صلى الله عليه وسلم قال اجتنبوا السبع الموبقات. 7 വൻദോഷങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. ഖാലൂ യാ റസൂലല്ലാഹ്. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് 7 വൻ പാപങ്ങൾ ഏതൊക്കെയാണ്? വമാ ഹുന്ന, ഏതാണ് ആ പാപങ്ങൾ? ഖാല അശ്ശിർകു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. വസ്സിഹ്ർ, സിഹ്ർ ചെയ്യലാണ്. വഖത്ലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ഹഖ് കൂടാതെ ഒരു മനുഷ്യനെ കൊല്ലലാണ്. വഅക്ലുർ റിബാ, പലിശ തിന്നലാണ്. വഅക്ലു മാലിൽ യതീം, യതീമിന്റെ മുതൽ അപഹരിച്ച് തിന്നലാണ്. വത്തവല്ലി യൗമസ്സഹഫ്, യുദ്ധത്തിന്റെ ദിവസം പിന്തിരിഞ്ഞോടലാണ്. വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്ത്, പതിവ്രതകളായ സത്യസന്ധരായ വിശുദ്ധകളായ പെണ്ണുങ്ങളെ കുറിച്ച് ഇല്ലാത്തത് പ്രചരിപ്പിക്കലാണ്. ഇത് ഏറ്റവും വൻദോഷങ്ങളിൽപ്പെട്ടതാണ്. അതിൽ അസ്സിഹ്റു ഏറ്റവും വലിയ പാപമാണ്. സിഹ്ർ എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. രണ്ടും വിശ്വാസത്തിൽ നിന്ന് പുറത്താക്കും. സിഹ്റും
സിഹിർ ഉണ്ട് എന്ന് പറയാ അല്ലേ, സിഹിർ ചെയ്യാ, എന്നിട്ടത് ബാത്തിലാക്കാൻ വേണ്ടി പോകുമ്പോഴും സിഹിർ ചെയ്യാണ്. അത് പോകാൻ വേണ്ടി അതിനു വേണ്ടിയിട്ട് പോകുന്നത് എവിടേക്കാണ്? ഖുർആനിനെ അവഗണിക്കുന്ന, പിശാചിനെ കൂട്ടുപിടിക്കുന്ന ചികിത്സാ കേന്ദ്രങ്ങളിലേക്കാണ്. പിന്നെ എഫക്റ്റ് ഉണ്ടാവൂലേ? ശൈത്താന്റെ ശല്യം എന്ന് പറഞ്ഞാൽ അതന്നല്ലേ, പിശാചിന്റെ ഷെറ് എന്ന് പറഞ്ഞാൽ അതല്ലേ അല്ലേ? അങ്ങനെ ദുഷിച്ച എഫക്റ്റുകളുമായി ജീവിതം മുഴുവൻ ഈമാനില്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ആ ദുരവസ്ഥയെ തൊട്ട് നമ്മൾ വളരെ കരുതലോടെ നിൽക്കണം. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. വ്യാജങ്ങൾ നിറഞ്ഞിരിക്കാൻ. സത്യസന്ധമായ ചികിത്സക്ക്, ഖുർആൻ കൊണ്ടുള്ള ചികിത്സക്ക് അതിന് ആളുകൾ അതിന് പ്രാമുഖ്യം കൊടുക്കാതെ മറ്റു വ്യാജങ്ങളിലേക്ക് ഓടിപ്പോകുന്ന അവസ്ഥയാണ്. അവിടെയാണ് നമ്മൾ ഈ സൂറത്തുകളുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ ചിലർ ജിന്നുകളെ നിഷേധിക്കാം. ജിന്നിൽപ്പെട്ടതാണ് എന്ത്? ശൈത്താന്മാർ. ജിന്നുകൾ നല്ലവരുണ്ട്, ചീത്തവരുണ്ട്. സുലൈമാൻ നബിന്റെ ചരിത്രം തന്നെ അതിന് വലിയ തെളിവാണ്. സുലൈമാൻ നബിന്റെ അനുയായികൾ ആരുണ്ടായിരുന്നു? ജിന്നുകൾ. അള്ളാഹുവിന്റെ റസൂൽ ജിന്നുകൾക്ക് ദർസ് നടത്തി കൊടുത്തിരുന്നു. ജിന്നുകൾ കൂടെ ഉണ്ടായിരുന്നു. ചില സഹാബികളുടെ സാന്നിധ്യം തന്നെ, ജിന്നുകളുടെ സാന്നിധ്യം ഉണ്ടായി എന്ന് നമുക്കറിയാൻ സാധിക്കും. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ജിന്നുകളുടെ കാര്യം, ജിന്നുകളുടെ സിറിൽ നിന്ന്, ജിന്നുകളിൽ, പിശാചുക്കളിൽ വലിയ ഒരു ഭാഗം ജിന്നുകളിൽപ്പെട്ടവരാണ്. പിശാചുക്കൾ എന്ന് പറഞ്ഞാൽ ജിന്നുകളിൽപ്പെട്ടവരാണ്. ആ വിഭാഗം ഷെറുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, ഫിത്നകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് ഇബ്ലീസ്, അവന്റെ മക്കളാണ്, അവന്റെ സന്താന പരമ്പരകളിൽപ്പെട്ടവരാണ്. ഇബ്ലീസ് ഏത് വർഗത്തിൽപ്പെട്ടവരാണ്? ജിന്നു വർഗത്തിൽപ്പെട്ടവരാണ്. അവർക്ക് പിന്നെ ഒരു പ്രത്യേക ശക്തി ഉണ്ടാകും. ജിന്നുകൾക്ക് പ്രത്യേക ശക്തി ഉണ്ടാകും. കാരണം ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? തീ കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ആ ശക്തി ഉള്ളത്. ജിന്നുകൾ അവയുടെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളതിനെ നിഷേധിക്കാൻ യാതൊരുവിധ പഴുതുമില്ല തന്നെ. പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പറയല്ലേ, സുലൈമാൻ നബി അലൈഹിസ്സലാം ബിൽഖീസ് രാജ്ഞിയുടെ കഥ നമുക്കറിയാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഒരു CID ഉണ്ടായിരുന്നു, ഒരു പക്ഷി, ഹുദ്ഹുദ് പക്ഷി അല്ലേ? ഒരിക്കൽ കാണുന്നില്ല. ഹുദ്ഹുദ് പക്ഷി തൊട്ടടുത്ത നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ പോയപ്പോ സുലൈമാൻ നബിക്ക് ഹുദ്ഹുദിനെ കാണാൻ സാധിക്കാതെ വന്നപ്പോൾ ദേഷ്യം പിടിച്ചു. കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നു, കാര്യം പറഞ്ഞു. നിങ്ങളുടെ അടുത്തൊരു രാജ്ഞിയുണ്ട്, സൂര്യനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ബിൽഖീസ് രാജ്ഞി. ഹുദ്ഹുദ് പക്ഷിയുടെ ആ ദൗത്യം യഥാവിധി നിർവഹിക്കാൻ അള്ളാഹു അനുഗ്രഹിച്ച ചില ജീവികളുണ്ട്. അവയിൽപ്പെട്ടതാണ് ഏത്? ഹുദ്ഹുദ്. അങ്ങനെ സുലൈമാൻ നബി തീരുമാനിച്ചു ബിൽഖീസ് രാജ്ഞിക്ക് ഒരു കത്ത് കൊടുക്കാൻ. ഹുദ്ഹുദിന്റെ കയ്യിൽ തന്നെ ഒരു കത്ത് കൊടുത്തയക്കുകയാണ്. ആ കത്ത് കിട്ടി. എന്താ? മുസ്ലിമാവാൻ, ഇസ്ലാമിലേക്ക് വരാൻ ക്ഷണിച്ചുകൊണ്ടാണ്. ഇന്നഹു മിൻ സുലൈമാന, അല്ലേ? ഇന്നഹു മിൻ സുലൈമാന, ഇത് സുലൈമാൻ നബിയുടെ കത്താണ്. ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് ആ കത്തിൽ തുടക്കം കുറിച്ചിട്ടുള്ളത്. സുലൈമാൻ നബിന്റെ കത്തിലും എന്തുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചില വ്യാഖ്യാനം പറഞ്ഞിടത്ത് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്, ഖുർആനിന്റെ ചില ആയത്തുകൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ചില ആയത്തുകൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അതിനുള്ള വലിയ തെളിവാണേത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുലൈമാൻ നബിയുടെ കത്ത് എങ്ങനെയാണ്? ഈ കത്തിനെ കുറിച്ച് പറഞ്ഞു ആര്? ബിൽഖീസ് രാജ്ഞി തന്റെ അനുയായികളോട് പറഞ്ഞു. ഈ വിവരം പറഞ്ഞിട്ട് ഒരു സമ്മാനം കൊടുത്തേക്കാൻ തീരുമാനിച്ചു. ആർക്ക്? സുലൈമാൻ നബിക്ക്. വലിയ സ്വർണ്ണ രത്നങ്ങളും മറ്റുമൊക്കെയുള്ള വലിയ സമ്മാനം കൊടുത്തേക്കാൻ തീരുമാനിച്ചു. ആർക്ക് കൊടുത്തേക്കണം? രാജാവിന്. ആരാണ്? സുലൈമാൻ നബി രാജാവാണ്. രാജാവിന് അങ്ങനെ കൊടുത്തേക്കുമ്പോ ബിൽഖീസ് രാജ്ഞി പറയുകയാണ്, അനുയായികളോട് പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ വിവരിക്കുകയാണ്, ഭൗതിക താല്പര്യമാണ് ഈ രാജാവിനുള്ളതെങ്കിൽ സമ്മാനം സ്വീകരിക്കും.
ഇല്ലെങ്കിൽ സമ്മാനം സ്വീകരിക്കൂല. ഇല്ലെങ്കിൽ സമ്മാനം സ്വീകരിക്കൂല. സുലൈമാൻ നബിയുടെ അടുത്തേക്ക് സമ്മാനം കിട്ടിയപ്പോൾ തന്നെ എന്ത് പറഞ്ഞു? സുലൈമാൻ നബിക്ക് സമ്മാനം കിട്ടിയപ്പോൾ തന്നെ എവിടുക്കായി സമ്മാനം കൊണ്ടുവന്നത്? സമ്മാനം തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു. അല്ലേ? സമ്മാനം തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു. പരിശുദ്ധ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ, അല്ലേ? ഇസ്ലാമിലേക്ക് ബിൽഖീസ് രാജ്ഞിയും കൂട്ടരും വരുന്നു എന്ന സന്തോഷമാണ് അവിടെ ഉണ്ടായത്. കാരണം തെളിയിക്കപ്പെട്ടല്ലോ, സുലൈമാൻ നബി സാധാരണ രാജാവല്ല, അള്ളാഹുവിന്റെ ദൂതനാണ്. അങ്ങനെ തീരുമാനമെടുത്തു. ബിൽഖീസ് രാജ്ഞിയും കൂട്ടരും എവിടേക്ക് വരികയാണ്? പരിശുദ്ധ ദീനിലേക്ക് വരാനായി സുലൈമാൻ നബിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ ഒരു വിസ്മയം കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഖാല യാ അയ്യുഹൽ മലഉ അയ്യുക്കും യഅതീനി ബിഅർശിഹാ ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ ഖാല ഇഫ്രീതും മിനൽ ജിൻ അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക് وإني عليه لقوي أمين قال الذي عنده علم من الكتاب أنا آتيك به قبل أن يرتد إليك طرفك فلما رآه مستقرا عنده قال هذا من فضل ربي ليبلوني أشكر أم أكفر ومن شكر فإنما يشكر لنفسه ومن كفر فإن ربي غني كريم. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം അനുയായികളെ വിളിച്ചു വരുത്തി. ജിന്നുകളുണ്ട്, മനുഷ്യരും എല്ലാവരും ഉണ്ട്. ആ അനുയായികളോട് പറഞ്ഞു, ആരാണ് ബിൽഖീസ് രാജ്ഞിയുടെ ആ സിംഹാസനം അങ്ങോട്ട് എത്തിക്കുക എന്ന് ചോദിച്ചു. ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ, ഓരൊക്കെ മുസ്ലിങ്ങളായി വരാൻ പോവാൻ, ഇവിടേക്ക് എത്താൻ പോവാൻ. അതിനു മുമ്പ് ആര് കൊണ്ടുവരും? ഖാല ഇഫ്രീതും മിനൽ ജിന്ന്. അപ്പൊ ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു പ്രമുഖൻ പറഞ്ഞു, ഖാല ഇഫ്രീതും മിനൽ ജിൻ. എന്ത് പറഞ്ഞു? അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്, അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ അത് എത്തിച്ചു കൊള്ളാം. വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ. ആരാ സംസാരിക്കുന്നത്? ജിന്നുകളാ സംസാരിക്കുന്നത്, അല്ലേ? ഇഫ്രീതും മിനൽ ജിന്ന്, ജിന്നുകളിൽപ്പെട്ട ഇഫ്രീത്ത് എന്ന് പറഞ്ഞ ഒരു പ്രമുഖനായ ജിന്ന് എന്ന് മനസ്സിലാക്കുക നമ്മൾ. വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, ഞാൻ വിശ്വസ്തനായ ശക്തനായ മല്ലനായ ആളാണ്. ആരോട് പറയാൻ? സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അള്ളാഹു വലിയ അനുഗ്രഹം കൊടുത്ത മഹാനല്ലേ. ഉറുമ്പുകളുടെ സംസാരം വരെ അറിയാനുള്ള ശക്തി ആർക്കുണ്ടായിരുന്നു? സുലൈമാൻ നബി അലൈഹിസ്സലാമിന്. യാ അയ്യത്തുഹൻ നംല, അല്ലേ? ഉറുമ്പിൻ കൂട്ടത്തോട് സംസാരിച്ചില്ലേ? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദുഹു, ഉറുമ്പിന്റെ നേതാവ് ഉറുമ്പിൻ കൂട്ടത്തോട് പറഞ്ഞുവെന്ന് ഖുർആൻ. ഇതാ സുലൈമാനും കൂട്ടരും വരുന്നുണ്ട്, സുലൈമാനും പട്ടാളവും ഇതാ കടന്നു വരുന്നു. അതുകൊണ്ട് ഉറുമ്പുകളെ മാറി നിന്നാലും മാറി സഞ്ചരിച്ചാലും എന്ന് ഉറുമ്പിന്റെ തലവൻ ഉറുമ്പിൻ കൂട്ടത്തോട് പറഞ്ഞതായിട്ട് പരിശുദ്ധ ഖുർആൻ. ഇതങ്ങ് കേട്ടപ്പോ, ഉറുമ്പിന്റെ സംസാരം കേട്ടപ്പോൾ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഫതബസ്സമ ളാഹിഖാ, അവിടുന്ന് ചിരിച്ചു എന്നാണ്. ഈ സംസാരം ഇങ്ങനെ കേട്ടപ്പോൾ, ഉറുമ്പിന്റെ സംസാരം അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, റബ്ബിന്റെ കഴിവിനെ നിഷേധിക്കുന്നവർക്ക് മാത്രമേ മുഅ്ജിസത്തിനെയും കറാമത്തിനെയും നിഷേധിക്കാൻ പറ്റുകയുള്ളൂ. ജിന്നുകളെ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. ഇതൊക്കെ പച്ചവെള്ളം പോലെ ഉണ്ടായിട്ട് ചില പ്രസ്ഥാനങ്ങൾ വലിയ വാദങ്ങളും വലിയ കോലാഹലം ഉണ്ടാക്കുകയാണ്. എന്ത് ജിന്നുണ്ട് ഇല്ല എന്ന് പറയാൻ. ആ സംശയം പ്രകടിപ്പിക്കുന്നത് തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറയായ വിശ്വാസ സംഹിതയുടെ കടക്കൽ കത്തിവെക്കലാണ്. ഈ ഖുർആനെ നിഷേധിക്കലല്ലേ? അള്ളാഹു നല്ല ബോധം കൊടുക്കുമാറാവട്ടെ. ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്. പക്ഷേ ജിന്നിനേക്കാളും അള്ളാഹു കൊടുത്തു ആർക്ക് കഴിവ്? സുലൈമാൻ നബിന്റെ ഈ അനുയായികളിലെ ഒരാൾ പണ്ഡിതനായ ആസഫ് ഇബ്നു ബർഖിയ പറഞ്ഞു, ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, കിതാബിൽ നിന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നുള്ള അറിവ് നൽകപ്പെട്ട വ്യക്തിയായ ആസഫ് ഇബ്നു ബർഖിയ പറഞ്ഞു, അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ബിഹി തർഫുക്, കണ്ണ് ചിമ്മി തുറക്കണ നേരം കൊണ്ട് ഞാൻ കൊണ്ടുവരാം സിംഹാസനം എന്ന് പറഞ്ഞു. ബിൽഖീസ് രാജ്ഞി വന്നപ്പോൾ ഞെട്ടിത്തെറിച്ചു പോയി, അത്ഭുതമുണ്ടായി. ഏറ്റവും വലിയ
അത്ഭുതകരമായൊരു മുഹൂർത്തം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും വേറെ വിശദീകരണങ്ങളിലേക്ക് കടക്കാനുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ചുരുക്കുകയാണ്. അല്ലേ, യഥാർത്ഥ മന്ത്രവും യഥാർത്ഥ ഉറുക്കും യഥാർത്ഥ ഖുർആൻ ഓതിക്കൊണ്ടുള്ള ചികിത്സയും ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുണ്യനബി പ്രോത്സാഹിപ്പിച്ചിട്ടില്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം പുണ്യനബിയെ മന്ത്രിച്ചില്ലേ? ബിസ്മില്ലാഹി ഉർഖീക ബിസ്മില്ലാഹി ഉർഖീക മിൻ കുല്ലി ശൈഇൻ യുഅദീക വമിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യസ്ഫീക. ആര് മന്ത്രിച്ചു? ജിബ്രീൽ അലൈഹിസ്സലാം. പുണ്യനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅവ്വിദുൽ ഹസന വൽ ഹുസൈൻ ബിഖൗലിഹി ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. സിഹർ ബാധിക്കാതിരിക്കാൻ, കണ്ണേർ ബാധിക്കാതിരിക്കാനൊക്കെ ഈ മന്ത്രം ഏറ്റവും ഉചിതമായതാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരെ മന്ത്രിച്ചിരുന്നു. മന്ത്രിക്കാൻ ഉപയോഗിച്ചത് ബികലിമാത്തില്ലാഹി ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. സാധിക്കുന്നവർ ചെറിയൊരു കടലാസും പെന്നയും കൊണ്ടുവന്നാൽ ചെറിയ ഇങ്ങനെയുള്ള ഈ ദിക്റുകളും കാര്യങ്ങളും വാക്കർത്ഥങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ ചെറിയ സൂറത്തുകൾ നമുക്ക് വേഗം മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? നീണ്ട വലിയ സൂറത്തുകളിലേക്ക് കടന്ന് വലിയ ആയത്തുകളൊക്കെ പരാമർശിക്കുമ്പോൾ ചിലപ്പോൾ എഴുതി വെച്ചാലും അതങ്ങ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളുന്നില്ല. എങ്ങനെ ഒരു ചെറിയൊരു നോട്ട് ബുക്ക് ആയാൽ വലിയ ഉപകാരപ്പെടും. ചെറുതൊക്കെ അറിയാവുന്ന ചെറിയ എപ്പോഴും നമ്മൾ ഓതുന്ന സൂറത്തുകളല്ലേ, കുറച്ചെങ്കിലും സൂറത്തുകളെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലൊരു വെളിച്ചമായിരിക്കും. കാരണം നിസ്കാരത്തിൽ എപ്പോഴും ഓതുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥത്തിലേക്കുള്ള ചെറിയൊരു വെളിച്ചം മനസ്സിലേക്ക് വന്നാൽ അപ്പം തന്നെ പിശാചങ്ങ് ഇല്ലാതാവും. ചിന്തകൾ ഖുർആനിലേക്ക് വരട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പുണ്യനബിയെ മന്ത്രിച്ചു. സ്വഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരെ മന്ത്രിച്ചു. ഒരു കൂട്ടം സഹാബികൾ ഒരു യാത്ര പോവാൻ, യാത്രക്കിടയിൽ യാത്രാവേളയിൽ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോത്രക്കാരോട് അഭയം ചോദിച്ചു. അവരഭയം കൊടുത്തില്ല എന്ന ചരിത്രം. ആ ഗോത്രത്തലവന് ഒരു വിഷജന്തുവിൻ്റെ ശല്യമുണ്ടായി. വലിയ വിഷമുള്ള തേളുപോലത്തെ ഒരു വസ്തു കുത്തുകയും അങ്ങനെ വിഷം ശരീരമാസകലം വിഷം കയറുകയും ചെയ്തു. ഗോത്രത്തലവനാണ്. ആ ഗോത്രത്തലവന്മാരാകെ വിഷമിച്ചു പോയി, ഗോത്രക്കാരാകെ വിഷമിച്ചു പോയി. തലവൻ അല്ലേ ആകണ്ട് വിഷമിച്ച് വിഷത്തിലായി ഇങ്ങനെ കിടക്കുകയാണ്. ഒരു ചികിത്സക്കും അവിടെ ഒരു പഴുതുമില്ല. അപ്പോൾ ഈ യാത്രാ സംഘത്തിലെ ആളുകളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ഹൽ മിൻകും മിൻ റാഖ്. സ്വഹീഹായ ഹദീസാണ്. നിങ്ങളിൽ വല്ല മന്ത്രിക്കുന്നവരുണ്ടോ? അപ്പോൾ സഹാബാക്കളിൽ ഒരാൾ പറഞ്ഞു, അതെ ഞങ്ങളിൽ മന്ത്രിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചുരുക്കി പറയാണ്, നമുക്ക് വിശദാംശങ്ങൾ സമയമുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാം. മഹാനായ സഹാബി ഫാത്തിഹ ഓതി മന്ത്രിച്ചു. ഫാത്തിഹ ഓതി മന്ത്രിച്ചു. പെട്ടെന്ന് ഈ ഗോത്രത്തലവന്റെ രോഗമങ്ങ് പമ്പ കടന്നു, വിഷമങ്ങ് നീങ്ങി, പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു. 30 ആട് കൊടുത്തു. ആ മന്ത്രങ്ങ് ശരിയായി, ചികിത്സ ഫലിച്ചപ്പോ ആ ഗോത്രക്കാർ എത്ര ആട് കൊടുത്തു? 30 ആട് കൊടുത്തു. ഈ 30 ആടും സ്വീകരിച്ചു എന്നാണ്. സഹാബാക്കൾ 30 ആട് സ്വീകരിച്ചു. കൈമടക്ക് എത്ര കൊടുത്തു എന്ന്? 30 ആടാ കൊടുത്തത്. സഹാബാക്കളൊക്കെ ചർച്ചയായി, എന്താ പടച്ചോനെ ഇങ്ങനെ അതിന് കൂലി വാങ്ങുകയും ചെയ്തില്ലേ, എന്ത് മന്ത്ര ചെയ്തത്? അപ്പൊ പറഞ്ഞു, ഞാൻ ബി ഉമ്മിൽ കിതാബ്, പരിശുദ്ധ ഖുർആനിന്റെ ഉമ്മയായ ഫാത്തിഹ ഓതിക്കൊണ്ടാണ് ഞാൻ മന്ത്രിച്ചത്. ഈ ആടിന്റെ കാര്യത്തിൽ സംശയമായി, ഈ ആടിന്റെ കാര്യത്തിൽ ചർച്ചയായി. ചില അഭിപ്രായ പ്രകാരം അതിൽപ്പെട്ട ആടിനെ അറുത്തിട്ട് അവര് വേവിച്ച് തിന്നു എന്നൊക്കെ ഭക്ഷണമായി ഉപയോഗിച്ചു. അപ്പോഴൊക്കെ വലിയ സംസാര വിഷയമായി. നേരെ അവർ ചെന്നു ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. പുണ്യനബി ജീവിച്ചിരിപ്പുള്ള കാലാണ്, പിന്നീട് സംശയിക്കണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നു. ഇന്നാലിന്ന യാത്രയിൽ ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായി, മന്ത്രിച്ചു, മന്ത്രം ശരിയായി, അതിന്റെ ഫലമുണ്ടായി. എന്ത് മന്ത്രമാണ്? പുണ്യനബിക്ക് വിശദീകരിച്ചു കൊടുത്തു. ഫാത്തിഹ ഓതി മന്ത്രിച്ചു, വേഗം ശിഫയായി. 30 ആടും തന്നു. ആയിക്കോട്ടെ, നിങ്ങൾ ഓരി വെച്ചെടുത്തോളൂ, ഒരു ഓരി എനിക്കും തരണമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഈ ഹദീസൊക്കെയാണ് വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയത് ബിദ്അത്തുകാർക്കിടയിൽ. ഇന്ന് കുറേ സോഷ്യൽ മീഡിയയുടെ ഒരു വ്യാപനം വന്നപ്പോൾ ഈ പുത്തനാശയക്കാരുടെ ഭാഗത്തേക്ക് വലിയ ചോദ്യങ്ങൾ വന്നു. എല്ലാ ഭാഗത്തു നിന്നും മറുപടി പറയേണ്ടി വന്നു. അപ്പോൾ അവർ ജിന്ന് സ്ഥിരീകരിക്കേണ്ടി വന്നു. ഇങ്ങനെയുള്ള ചികിത്സാ രീതികൾ അംഗീകരിക്കേണ്ടി വന്നു. ആലോചിച്ച് നോക്കൂ. ചില ആളുകൾ പ്രസംഗിക്കുന്നത് കേട്ടില്ലേ, മഗ്രിബ് ഇശാന്റെ ഇടയിൽ കുട്ടികളെ പുറത്തിറക്കാൻ പാടില്ല. ആ സ്വഹീഹായ ഹദീസുകളൊക്കെ അവർക്ക് ഉദ്ധരിക്കേണ്ടി വന്നു. ഉമ്മു സുബിയാൻ എന്ന പിശാചിന്റെ ശല്യമുണ്ടാകുന്ന മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ കുട്ടികളെ പുറത്തിറക്കിയാൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. വമിൻ ശർറിൻ നഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ശർറിൽ നിന്നും അല്ലാഹ് നിന്നോട് കാവൽ ചോദിക്കുന്നു. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ, അസൂയാലുവിന്റെ അസൂയക്കാരൻ അസൂയ വെച്ച് കഴിഞ്ഞാലുള്ള ശർറിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു. ഇൻഷാ അല്ലാഹ് തീർച്ചയായും അടുത്ത ക്ലാസ്സിൽ നമുക്കതിന്റെ ബാക്കി ഭാഗങ്ങൾ പറയാം. നമ്മളൊരു സമയം കൃത്യമായി നിശ്ചയിക്കണമല്ലോ. ഉസ്താദ് എത്ര ടൈമാണ് ശരിക്കും ക്ലാസ് വേണ്ടത്? ഒമാനിവിടെ വായിദ് ഉസ്താദ് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത് ജനങ്ങളെ അഭിപ്രായം ചോദിച്ചിട്ട് അവരൊക്കെ അനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ തൃപ്തിപ്പാക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. 10 മണി തുടങ്ങല്. നമസ്കാരം 8:30 കഴിയുമല്ലോ അല്ലേ? ആയിക്കോട്ടെ. 1.5 മണിക്കൂർ. അങ്ങനെ വേണ്ടത് അങ്ങനെ ഒരു നിശ്ചയിക്കുക അല്ലേ? 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ ഇൻഷാ അല്ലാഹ് പരമാവധി നമ്മൾ നേരത്തെ തുടങ്ങും ചെയ്യും. ഇൻഷാ അല്ലാഹ് എനിക്ക് അടുത്ത ഇതിൻ്റെ ഇതിൽ പറയാനുണ്ടായിരുന്നു. ഞാനേ അതും പറയാൻ കരുതിയതന്നെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാഹ്. കാരണം ഖുർആനാണ് ഷിഫാഇന്റെ വലിയ ഒരു ആയുധം എന്താണ്? ഖുർആനാണ്. വയസ്ഫി സുദൂറൽ മുഅ്മിനീൻ, തങ്ങൾ സൂചിപ്പിച്ച അതാണ്, ഞാൻ പറയാൻ കരുതിയതാണ്. മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശിഫാ തരുന്നു പരിശുദ്ധ ഖുർആൻ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. നാം ഖുർആനിൽ നിന്ന് ഇറക്കിയത് വിശ്വാസികൾക്കുള്ള റഹ്മത്താണ്, ശിഫയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ആയത്തുൽ കുർസി മൻ ഖറഅഹാ ലൈലൻ ലാ യുദീഹി ശൈത്താനുൻ ഹത്താ യുസ്ബിഹ. ഒരാൾ ഉറങ്ങാൻ നേരത്തെ ആയത്തുൽ കുർസി ഓതിയാൽ പ്രഭാതം വരെ അവന് ശൈത്താൻ പിടികൂടുകയില്ല എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നാഫിയായ ഇൽമ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മജ്ലിസിനെ ഖബൂലാക്കുമാറാവട്ടെ. ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെറിയൊരു ദുആ നടത്തി നമുക്ക് പിരിയാം. لا إله إلا الله 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 لا إله إلا الله. മാസാന്തം നടക്കുന്ന മജ്ലിസുന്നൂർ അടുത്ത വ്യാഴാഴ്ചയാണ്. സാധാരണ ഇവിടെ നടത്തപ്പെടുന്ന വിരുദ്ധുകളും അതോടൊപ്പം തന്നെ ഹദ്ദാദ് റാത്തീബും പിന്നെ മയ്യത്ത് നിസ്കാരവും അത് കഴിഞ്ഞിട്ട് അല്ലേ, അത് കഴിഞ്ഞ ഉടനെ മജ്ലിസുന്നൂറും ഇവിടെ നടക്കും. അല്ലാഹു തആല വിജയിപ്പിച്ച് തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അലൈക വ അലൈഹിസ്സലാം എന്നാണ് പറയേണ്ടത് അല്ലേ? ഒരാൾ സലാം ചൊല്ലിയാൽ എന്താ മറുപടി പറയേണ്ടത്? വ അലൈക വ അലൈഹിസ്സലാം. വ അലൈക വ അലൈക എന്ന് പറഞ്ഞാൽ സലാം ആരാണോ പറയേണ്ടത്, ഇപ്പം ഞാനല്ലോ ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞത് ഉസ്താദ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ വ അലൈക നിങ്ങൾക്കുണ്ടാവട്ടെ, വ അലൈഹി ഉസ്താദിനുണ്ടാവട്ടെ, വ അലൈഹിസ്സലാം. വ അലൈഹി വ അലൈക വ അലൈഹിസ്സലാം. വ അലൈക വ അലൈഹിസ്സലാം. അതുപോലെ തന്നെ സലാം പറയുമ്പോൾ പ്രബലമായ അഭിപ്രായ പ്രകാരം സലാം പറഞ്ഞേക്കുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പുസ്തകം പറഞ്ഞതുപോലെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയണം.
വാപ്പ അല്ല ഗൾഫിൽ നിന്ന് മകന് വാപ്പാക്ക് സലാം കൊടുത്തേക്കാണ് ഒരാളോട് എങ്കിൽ ആ വന്ന് പറയണ ആൾ എങ്ങനെ പറയണം എന്ന് പറയണം? മകൻ നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല സലാം ഉണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വഅലൈക വഅലൈഹിസ്സലാം, അതാണ് അതിന്റെ പൂർണ്ണമായ രൂപം. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞവരും ഉണ്ട്. അല്ലാഹു നാഫിയായ ഇൽമു തരുമാറാവട്ടെ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ദുആ ചെയ്യ്. ഞാൻ ഈ ഉസ്താദും ഹംസാജും ഒക്കെ പറഞ്ഞപ്പോൾ നിന്നാണ് എനിക്ക് സത്യത്തിൽ പേടിയാണ്. ഇപ്പോൾ തുറന്നു പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഉസ്താദ് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വലിയ ബേജാറാണ്. ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയല്ലേ, മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ എന്നാണ്. അള്ളാഹിനെ പേടിക്കുന്നവരെ എല്ലാവരും പേടിക്കും അല്ലേ? ഉസ്താദിനെ കാണുമ്പോൾ നമുക്ക് പഠിച്ചവനെ ഓർമ്മ വരല്ലേ? അതെന്തുകൊണ്ടാണ്? അങ്ങനെ അള്ളാഹിനെ പേടിക്കണം മനുഷ്യനായതുകൊണ്ടാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم بحق النبي المصطفى المختار وآله الأبرار وأصحابه الأخيار يسر عسيرنا وسهل أمورنا وقض حوائجنا واشفنا واشف مرضانا يا الله يا ذا الجلال والإكرام. അർഹമുർറാഹിമീനായ നാഥ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കുക തമ്പുരാനെ. ഖാലിഖായ റാസിഖായ അല്ലാഹ്, ഞങ്ങളിത് വന്നുപോയ തെറ്റുകൾ നീ പൊറുക്കണേ തമ്പുരാനെ. പരിശുദ്ധ ഖുർആൻ അത് വെളിച്ചമാക്കി കൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിച്ചവർ ഞങ്ങളെ ചേർക്കണേ തമ്പുരാനെ. കുറച്ചെങ്കിലും ഖുർആൻ ഓതാത്ത ഒരു ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ നീ തരരുത് തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ, ഈ മഹത്തായ സംരംഭങ്ങളിൽ കൂടുതൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. റാഹത്ത് നൽകണേ തമ്പുരാനെ. ഇസ്സത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, രോഗങ്ങൾ അകറ്റി നീ ശിഫാ നൽകണേ തമ്പുരാനെ. ബഹുവന്യരായ ഉസ്താദിന് അല്ലാഹുവേ എല്ലാ രോഗവും നീ അകറ്റി ശിഫാവും ഖൈറായ സിഹത്തുള്ള അവസ്ഥയും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ, ദീനിന് വേണ്ടി ദീർഘകാലം ഞങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത, പ്രത്യേകിച്ച് ഇത് ലൈവായി കാണുന്ന ഓൺലൈനിൽ ലൈവായി കാണുന്ന KCR-ലെ സുഹൃത്തുക്കൾ, അല്ലാഹുവേ നീ അവർക്കെല്ലാം ഖൈർ കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ ആപത്തുകളെ തൊട്ടും അവരെ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. പഠിച്ചവനെ, ദീനിൻ്റെ ഖാദിമുകളായി മരണം വരെ അവരെ ഞങ്ങളെ നീ നിലനിർത്തി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ കാലയളവ് പരീക്ഷയുടെ കാലയളവാണ്. മാർച്ച് മാസമാണ്. എല്ലാവരും പേടിക്കുന്ന ഒരു സന്ദർഭമാണ്. മക്കൾക്ക് നല്ല വിജയം കൊടുക്കണേ തമ്പുരാനെ. സന്തോഷം കൊടുക്കണേ തമ്പുരാനെ. മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് നല്ല മാർക്ക് വാങ്ങുക. SSLCയും മറ്റുമൊക്കെ പരീക്ഷകൾ വരുമ്പോൾ അല്ലാഹുവേ, അവർക്കതൊരു ഭാരമാവാതെ നല്ല രൂപത്തിൽ പഠിച്ച് വിജയകരമായ സന്തോഷകരമായ അവസ്ഥ കൊടുക്കണേ തമ്പുരാനെ. എത്ര നല്ല പഠനത്തിലേക്ക് എത്തിയാലും ഡിഗ്രി നേടിയാലും അവർ ദീന് മുറുകെ പിടിക്കുന്നവരാക്കണേ തമ്പുരാനെ. ദീനിൻ്റെ യശസ്സിലായി നടക്കുന്നവരാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മഴയില്ല അല്ലാഹ്, നീ മഴ നൽകണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു തമ്പുരാനെ. അല്ലാഹുവേ, സമൃദ്ധമായി മഴ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കുക തമ്പുരാനെ. ഞങ്ങളുടെ പുഴകളും കിണറുകളുമെല്ലാം നിറഞ്ഞ് നല്ല രൂപത്തിൽ വെള്ളം നിൽക്കുന്ന അവസ്ഥ നീ നൽകിയ തമ്പുരാനെ. ക്ഷാമം കൊണ്ട് നീ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങൾ ചോദിക്കാൻ അർഹരല്ല, പക്ഷേ നിന്റെ റഹ്മത്തിൻ്റെ ഖജനാവ് വിശാലമാണ്. നീ ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഇൻ അഗ്സിന അല്ലാഹുമ്മ അഗ്സിന ഗൈസൻ മുഗീസ വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ. അല്ലാഹുമ്മ അസ്ഖിനൽ ഗൈസ വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ. അല്ലാഹുമ്മ അർസിലിസ് സമാഅ അലൈനാ മിദ്റാറ. اللهم إنك كنت بنا غفارا فأرسل السماء علينا مدرارا يا الله يا ذا الجلال والإكرام. പഠിച്ചവനെ, ഞങ്ങൾ അനുഗ്രഹിക്കുക തമ്പുരാനെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചുപോയവർക്ക് പൊറുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർ രോഗികളാണ്, നീ ശിഫാ നൽകണേ അല്ലാ. നീ ശിഫാ നൽകണേ അല്ലാ. നീ ശിഫാ നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. സ്വലാത്തുള്ളതിന് മുന്നേ എല്ലാവരും മുടങ്ങാതെ വരൂലേ? അല്ലേ? ഇൻഷാ അല്ലാഹ്
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ എന്ത് മാറ്റം വരുത്തണം എന്ന് പറയുന്നുണ്ടോ ആ രൂപത്തിലൊക്കെ മാറ്റം വരുത്തുകയും ചെയ്യാം. മനസ്സിലാവുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അള്ളാഹു നാഫിയായ ഇൽമു കൂടുതൽ വർദ്ധിപ്പിച്ചു തരട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.